ചെമ്മീൻ കഴിക്കുന്നവന് പുൽച്ചാടി കഴിക്കുന്നവനെ കുറ്റം പറയാൻ ഒരു അവകാശവും ഇല്ല. ഇല്ല, ഒന്ന് വെള്ളത്തിൽ ഒന്ന് കരയിൽ വേണമെന്നേ ഉള്ളൂ. ചേര തിന്നിട്ടുണ്ടോ? ഞാൻ പാമ്പിൻ്റെ ഒരു കഷ്ണം കഴിച്ചിട്ടുണ്ട്. എന്ത് പാമ്പായിരുന്നു അത്? അതുപോലും ഓർക്കാനുള്ള സമയം. ദൈവത്തിന് നമ്മൾ കൊണ്ടുപോയി പട്ടച്ചാരായം സമർപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതിൻ്റെ ഉദ്ദേശം എന്താ? ദൈവം ഇതിരിച്ചിട്ട് കിക്കാവണം. ഇവർ പലരും ആദ്യത്തെ ഒരു ദിവസം കഴിയുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്ന കാര്യമുണ്ട്. പക്ഷേ ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല, ഞങ്ങളുടെ കുളങ്ങര ഇങ്ങനെയല്ല. നിങ്ങൾ ആദ്യം ചോദിച്ചില്ലേ എങ്ങനെ ഒരു പരസ്യമില്ല ഒരു ചാനൽ ഇടുന്നു? ഇതെല്ലാം കൂടെ ചേർന്നത് കൊണ്ടാണ് ആ പരസ്യമില്ലാതെ ഓടുന്നത്. കുട്ടൻസ് ഇതുവരെയും പറഞ്ഞില്ല കേട്ടാ. ഞാൻ അറിയാതെ അതിലേക്ക് തിരിച്ച് നിങ്ങളെ കൊണ്ട് ഞാൻ ക്ഷമിക്കണം. അയാളുടെ പൂ പോലെയുള്ള താടി ഞാൻ ക്യാമറ കൊണ്ട് സൂം ചെയ്തു. ആ സൂം ചെയ്തതിൽ താടി ഉടക്കി പോകുമോ എന്ന് ഞാൻ ഒരുപക്ഷെ സംശയിച്ചു. ഇങ്ങനെയാണ് ഈ ശൈലി. ടോക്കിയോയിൽ നിന്ന് ഹിരോഷിമയിലേക്കുള്ള ട്രെയിൻ കൃത്യസമയത്ത് തന്നെയായിരുന്നു എന്നിങ്ങനെ മാറ്റുമ്പോഴാണല്ലോ ഡ്രാമ വരുന്നത്. അതുകൊണ്ടാണല്ലോ അനുകരിക്കേണ്ടി വരുന്നത്. അതാണ് ഈ വ്യത്യാസം. ഞാൻ പുതിയ വിമാനം മേടിച്ചു കേട്ടോ, നമുക്ക് എന്നാ പോകണ്ടേ? പുതിയ വിമാനം വന്നല്ലോ, അതിൽ പറഞ്ഞില്ല. ഇനി ദുബായ് അടുത്ത തവണ അവിടെ ചെല്ലുമ്പം നമുക്ക് അതിൽ കയറണം. പഴംപൊരിയും കൊഴുക്കട്ടയും ഇലയുടെയൊക്കെയാണ് സൽക്കരിച്ചത്. അഭിമുഖകാരിലെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് നിങ്ങൾ മാറി. അത് പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യാൻ ഞാനൊക്കെ. അപ്പൊ നിങ്ങൾ കുറച്ച് യാത്രയും കൂടെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങളൊരു സംഭവമാവും. താങ്ക് യു. അപ്പൊ ഞാൻ എന്തായാലും കൂടെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരിക്കും. സന്തോഷ് ജോർജ് കുളങ്ങര സാറാണ് നമുക്കിപ്പോൾ. ഹായ് സാർ. സാറിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയെ കുറിച്ച് ഒരു ഒബ്സർവേഷൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല, അത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഒബ്സർവേഷൻ ആണല്ലോ. പണ്ട് എൻ്റെയൊക്കെ ബാല്യകാലത്ത് ചെറിയ ചെറിയ കവലകളുണ്ട്. ആ കവലകളുണ്ട്, അതിനടുത്തൊരു കലുങ്കുണ്ടാവും. അപ്പോൾ ഈ കവലയിലെ ചായക്കടയുടെ പീടികയിൽ അല്ലെങ്കിൽ ഒരു കടയുടെ തിണ്ണയിൽ അല്ലെങ്കിൽ കലുങ്കിൽ ഇരുന്ന് വെടിവട്ടവും ആളുകൾ പറയും. അവർക്ക് ഇഷ്ടമുള്ള കഥകളൊക്കെ പറയും, നിരീക്ഷണങ്ങൾ നടത്തും, ഗോസിപ്സ് പറയും. ഇന്ന് അത് മൊബൈൽ ഫോണിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നു. ഇതുള്ള വ്യത്യാസം. അന്ന് അവർ പറയുമ്പോൾ അവർ മാത്രമേ കേട്ടിരുന്നുള്ളൂ, ആ കലിങ്കിലിരുന്നവർ മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഇന്ന് ലോകം മുഴുവൻ അത് കേൾക്കുന്നു. അപ്പോൾ അതിൻ്റെതായ കുഴപ്പങ്ങളും അതിൻ്റെതായ ഗുണവും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഈ ലോകത്ത് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ലോകം കുറച്ച് വികസിക്കും. അപ്പോൾ നമുക്ക് തോന്നുക എന്ന് പറയുന്നത് ഇത് ഓടി തീർക്കാൻ തോന്നും. അപ്പോൾ നമ്മുടെ യാത്ര ഭയങ്കര ത്വരിതഗതിയിലാവും. ഈ സന്തോഷേട്ടനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണിപ്പോൾ ആ മനസ്സ് നിൽക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എന്ന് വെച്ചാൽ ഇത്രയും കണ്ടു, നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത്രയും കണ്ടു. ഇപ്പോൾ 50 പ്രാവശ്യം ഭൂമിയെ ചുറ്റി വരാൻ അത്രയും കാഴ്ചകൾ കണ്ടു. അപ്പോഴും ആവേശം തീർന്നിട്ടുണ്ടാവില്ല. ഇനിയും വേറെ എവിടെയൊക്കെ പോകാൻ, അത് ബഹിരാകാശത്ത് പോകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, പക്ഷേ എങ്കിലും സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് പല സ്ഥലത്തും കാണുന്നുണ്ട്. ഇരിക്കുന്നതൊക്കെ വളരെ സമാധാനമായിട്ടാണ്. ഇപ്പോൾ നടന്നു വന്നത് തന്നെ വളരെ പതിയാണ്. പക്ഷേ നമ്മൾ പല ആൾക്കാരെയും കാണുമ്പോൾ, ബിസിനസ്സൊക്കെ നടത്തുന്നവരെ കാണുമ്പോൾ ഭയങ്കര സ്പീഡിലായിരിക്കും അവരുടെ ചലനങ്ങൾ. സന്തോഷേട്ടൻ്റെ മനസ്സിപ്പോൾ എവിടെയാണ്? എൻ്റെ മനസ്സ് ഈ മരങ്ങാട്ടുള്ളി തന്നെയാണ് എപ്പോഴും. കാരണം ഞാൻ എവിടെ പോയാലും തിരിച്ച് ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇത്രയും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ജിയോഗ്രഫി ഈസ് ഹിസ്റ്ററി എന്ന് വെച്ചാൽ ഭൂമിശാസ്ത്രം വെറും ചരിത്രമായി കഴിഞ്ഞു എന്ന്. നിങ്ങൾ എവിടെയാണെന്നുള്ളത് ഇനി പ്രസക്തമേ അല്ല. ഭൂമിയുടെ ഏത് ഭാഗത്തിരുന്നാലും ഈ ഭൂമി ഉരുണ്ടതായതുകൊണ്ട് ഒരു ഉരുണ്ട വസ്തുവിന് സെൻറ്റർ എന്ന് പറയാനില്ല. ശരിയല്ലേ? ഈ ഉരുണ്ട വസ്തുവിൻ്റെ ഏത് ഭാഗത്തിനും തുല്യ പ്രാധാന്യമാണ്. ഒരു ചതുരമൊക്കെ ആയിരുന്നെങ്കിൽ അതിന് കോർണറുകൾ ഉണ്ടാവാം, മധ്യം ഉണ്ടാകാം, എന്തുണ്ടാവാം. ഭൂമി ഉരുണ്ടതായതുകൊണ്ട് മരങ്ങാട്ടുപള്ളിയെ അത് ഭൂമിയുടെ കേന്ദ്രമായിട്ട് എനിക്ക് വേണേൽ വ്യാഖ്യാനിക്കാം. എനിക്ക് അങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാം. അപ്പം ഈ മരങ്ങാട്ടുപള്ളിയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ 3-4 സംരംഭങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ തിരിച്ചു വന്നേ പറ്റൂ. ഇവിടേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടും ഇവിടേക്ക് ആശയങ്ങളും ചിന്തകളും ദൃശ്യങ്ങളും അനുഭവങ്ങളും കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള അതിൻ്റെ യാത്രകൾ. ഈ കൊണ്ടുവരുന്നതൊക്കെ ഞാൻ നാട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നു. അതടുത്ത സെക്കൻഡ് സ്റ്റേജാണ്. ആദ്യത്തെ സ്റ്റേജ് നോളജ് ഗ്യാദർ ചെയ്യുക എന്നുള്ളതാണ്, അറിവ് ശേഖരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വെറുതെ ദൃശ്യങ്ങളല്ല. അറിവിൻ്റെ ഒരു പിൻബലമുള്ള ദൃശ്യങ്ങളെ എനിക്ക് ആവശ്യമുള്ളൂ. അത് സഞ്ചാരത്തിലാണെങ്കിലും എൻ്റെ മറ്റു പരിപാടികളിലാണെങ്കിലും ഞാൻ നടത്തുന്ന സംരംഭങ്ങളിലാണെങ്കിലും ഒക്കെ വേണ്ട ഇൻപുട്ട് എനിക്ക് കിട്ടുന്നത് ഈ യാത്രകളിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മരങ്ങാട്ടുപള്ളിയിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ആശയങ്ങളിലേക്ക്, ആശയം നടപ്പാക്കുന്ന കേന്ദ്രത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയുള്ള യാത്രകളാണ് എൻ്റെ എല്ലാ യാത്രകളും. SK പൊറ്റക്കാടാണ് സന്തോഷേട്ടനെ ഗൈഡ് ചെയ്തതെന്ന് പറയുമ്പോൾ അത് വേറൊരു കാലമായിരുന്നു. പക്ഷേ ഫോർമാറ്റ് മാറി. പൊറ്റക്കാടിൻ്റെ യാത്രകൾ എഴുത്തായിരുന്നു, അതിന് വേറൊരു സാധ്യതയുണ്ട്. പക്ഷേ അതിന് പലതരത്തിലുള്ള പരിമിതികളുണ്ടായിരുന്നു. പക്ഷേ വിഷ്വലൈസേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ വിഷ്വലിലേക്കാണ് വരുന്നത്. അത് വേറൊരു സംഭവമാണ്. ഇതിനകത്തുനിന്ന് പിച്ച് ചെയ്യുകയാണ്. ഇനി അടുത്ത പിച്ചിങ് അതിനും കൂടെ ചേർത്ത് പറയണം. അന്നത്തെ ഒരു കാലം അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പിച്ചിങ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആധുനിക സാങ്കേതികതകൾ ഇപ്പോൾ 4D ഒക്കെ വന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ അടുത്ത പിച്ചിങ് എങ്ങനെയാണെന്നുള്ള ആലോചിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ ലേബർ ഇന്ത്യയുടെ ആപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചതുപോലെ എങ്ങനെയായിരിക്കും അടുത്ത പിച്ചിങ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് പിച്ച് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ലിമിറ്റേഷൻസും എന്നാ അനുഭവങ്ങൾ ഉണ്ട് താനും. അപ്പോൾ അടുത്ത ഫോർമാറ്റിലേക്ക് മാറാൻ കൂടുതൽ എളുപ്പമുള്ളൊരു അടുത്ത ഫോർമാറ്റ് എന്ന് പറയുന്നത്
ഞാൻ ആ ഫോർമാറ്റിലേക്ക് ഇപ്പം തന്നെ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞു. ഉം. അതായത് ഞാൻ മീഡിയയിൽ മാത്രം ഒരു സ്ക്രീനിലൂടെ കാണിക്കുന്ന ഒരു ലോകം അനുഭവം എന്നതിൻ്റെ കാലം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ആളാ. നിങ്ങൾ ഫിസിക്കലി ഇനി യാത്ര ചെയ്ത് തുടങ്ങുക. അതെ അതെ ഞാൻ കൊണ്ടുപോകാൻ തുടങ്ങി. അതെ 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 നമ്മൾ തന്നെ പോവാ. നമ്മൾ എൻ്റെ പ്രേക്ഷകരെ ഞാൻ കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. അതിൽ കൂടുതൽ എന്താ യാത്രയുടെ അടുത്ത സ്റ്റേജ്? അടിപൊളി. ഞാനത് തുടങ്ങി. ഒരു കൊല്ലമായിട്ട് ഓടുക. ഇപ്പം എല്ലാ മാസവും 2-3 ഗ്രൂപ്പുകളെ ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അതാണ് അതിൻ്റെ അടുത്ത ഡെവലപ്മെന്റ്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഒരു മുറിക്കാത്തിരുന്നുള്ള അനുഭവം. മറ്റേത് സ്മെല്ല് ചെയ്യുന്നു, രുചിക്കുന്നു, അനുഭവിക്കുന്നു, വിയർക്കുന്നു, വെയിൽ കൊള്ളുന്നു, മഞ്ഞ് കൊള്ളുന്നു. നിങ്ങൾ യഥാർത്ഥ അനുഭവം അത് പെർഫെക്ഷനിലേക്ക് എത്തിയെന്നല്ല, അതിനെ അടുത്ത ഘട്ടത്തിലേക്ക് വളർത്തണമുണ്ട്. പക്ഷേ അതിലൊരു സിസ്റ്റവും ബന്ധങ്ങളും ഉണ്ടാക്കണമല്ലോ. ഇപ്പോൾ ഇത്രയും രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ അവിടെയെല്ലാം നമുക്ക് നെറ്റ്വർക്കുകൾ വേണം, അവിടെയെല്ലാം നമുക്ക് സംവിധാനങ്ങൾ വേണം. അപ്പോൾ ഒരു വർഷമായിട്ട് നന്നായിട്ട് പോവുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ആരംഭിച്ചത് ആദ്യത്തെ ടൂർ തുടങ്ങിയത്. പക്ഷേ കഴിഞ്ഞ ജൂണിൽ തന്നെ നമ്മൾ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചു. ഓഫീസെല്ലാം റെഡിയായി, സ്റ്റാഫെല്ലാം വന്നു, പ്രവർത്തനങ്ങളായി. ഇപ്പോൾ ഏതാണ്ട് ഒരു 15-16ഓളം ടൂറുകൾ ഇപ്പോൾ തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയി. എല്ലാ മാസവും 2-3 ടൂറുകൾ നമ്മൾ ഇൻ്റർനാഷണലി, അത് 10-15 ദിവസങ്ങളൊക്കെയുള്ള ടൂറുകളാണ് പലതും, എല്ലാ നാട്ടിലേക്കും. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകൾ സഞ്ചാരം ടെലിവിഷനിൽ, അതിനുശേഷം മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ സ്മാർട്ട് ടി വിയിൽ ഒക്കെ അനുഭവിച്ച ആളുകൾ അവിടെ നിന്ന് ഇറങ്ങണം. ഇനി ഒറിജിനൽ ലോകത്തിന്റെ അനുഭവങ്ങളിലേക്ക് പോകാം. ഞാൻ സുഷി കഴിക്കുന്നത് നിങ്ങൾ സ്ക്രീനിൽ കണ്ടാൽ പോരാ. അതെ അതെ അതെ, നിങ്ങൾ സുഷി കഴിക്കണം. ആ രീതിയിലുള്ള മാറ്റം വേണം. പക്ഷേ സന്തോഷ് ചേട്ടൻ്റെ യാത്രകൾ ഇപ്പോൾ പറഞ്ഞ പോലെ പൊറ്റക്കാടിൻ്റെ യാത്രകൾ വായിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ചല്ല പോയത്. ആ യാത്രയിൽ അയാൾ പോയതിനെ പോലെ നമ്മൾ സോളോ ആണ് പോയത്. ഈ സോളോ ട്രിപ്പിന് ഭയങ്കരമായിട്ടുള്ളൊരു ഇതുണ്ട്. പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിലെ സോളോ ട്രിപ്പ് ഇന്നത്തെ സോളോ അല്ല. ഇന്ന് സോളോ ട്രാവലേഴ്സ് ഒരുപാടുണ്ട്. ചിലപ്പോൾ അവരെ തന്നെ നമ്മൾ പലയിടത്തും കണ്ടുമുട്ടും. ഇന്നത്തെ കാലത്ത് ആരും സോളോ ട്രാവലർ അല്ല. അതെ, നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ സോളോ അല്ലെന്ന് അതിൻ്റെ അർത്ഥം. നിങ്ങളെ വഴി കാണിക്കാൻ അതിനകത്ത് ഗൂഗിൾ മാപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ഹോട്ടൽ ബുക്ക് ചെയ്യാൻ അതിനകത്ത് ആപ്പുണ്ട്, നിങ്ങൾക്ക് വിമാനം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്, തൊട്ടടുത്ത പെട്രോൾ പമ്പ് എവിടെയാണെന്ന് കാണിച്ചതിനാളുണ്ട്. അതിനാണ് ഈ സോളോ എന്ന് പറയുന്നത്. നിങ്ങളുടെ മുമ്പിൽ എന്താണെന്ന് അറിയാതെ പോകുന്ന, നിങ്ങൾ പോകുന്ന ദിക്കേതാന്ന് പോലും അറിയത്തില്ലാതെ, അവിടെ ചെന്നാൽ മനുഷ്യരുണ്ടോ എന്നറിയാതെ, മുമ്പിലെ നദിക്ക് കുറുകെ പാലം ഉണ്ടോ എന്നറിയാതെ പോയ പോക്കിനാണ് ഈ സോളോ ട്രാവൽ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ ഇന്ന് നമ്മൾ ഈ സർവ്വ സന്നാഹങ്ങളും ടെക്നോളജിയുടെ സൗകര്യങ്ങളും, ഒരു മൊബൈൽ ഫോൺ പോലും കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ പണം മുതൽ എല്ലാം അതിനകത്തല്ലേ. നിങ്ങളുടെ ബാങ്ക് അതിനകത്താണ്, നിങ്ങളുടെ റൂട്ട് അതിനകത്താണ്, നിങ്ങളുടെ വിമാന ടിക്കറ്റ് അതിനകത്താണ്, വിമാനം അതിനകത്താണ്. ഇനി ഏതെങ്കിലും ഒരു നഗരത്തിൽ പോയി എന്ന് കഴിഞ്ഞാൽ സൊമാറ്റോ, സ്വിഗ്ഗി പോലൊരു സാധനത്തിനകത്ത് ഓർഡർ ചെയ്യാൻ നിങ്ങൾ ഇരിക്കുന്നിടത്ത് കൊണ്ട് സാധനം ഫുഡ് ഇങ്ങ് കൊണ്ടുതരും, വഴിയറിയത്തില്ലെങ്കിൽ. അല്ലേ? ഇന്ന് എന്താണ് നിങ്ങൾക്കുള്ള അസൗകര്യം? ഇന്ന് യാത്രയ്ക്ക് ഒരു അസൗകര്യവും ഇല്ല. പുറപ്പെടാനുള്ള ഒരു ധൈര്യം മാത്രം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. നമ്മുടെ ആളുകൾ യാത്ര ചെയ്യാത്തതിൻ്റെ കാര്യം എന്തറിയോ? പുറപ്പെടാനുള്ളൊരു മടി. ഞാൻ ഈ ടൂർ കമ്പനി തുടങ്ങിയതിന് ശേഷം എനിക്ക് മനസ്സിലായൊരു കാര്യം എന്തറിയോ? ഈ ടൂറിൽ വന്ന പല ആളുകളും, ഞാൻ പറഞ്ഞില്ല 10-14 ടൂർ ഇപ്പോൾ കഴിഞ്ഞു, ഈ 14-15 കഴിഞ്ഞു. ഈ ടൂറിൽ പങ്കെടുത്തതിലെ വലിയൊരു ശതമാനം റിപ്പീറ്റഡ് ആളുകളാണ്. ഒന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? കഴിഞ്ഞ 8 മാസത്തിനകം ഞങ്ങളുടെ 4 ടൂറുകളിൽ പങ്കെടുത്ത ആളുകളുണ്ട്. എന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗ് ട്രബിളേ മലയാളിക്കുള്ളൂ അതിൻ്റെ അർത്ഥം. ഈ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴേ, ഇപ്പോൾ ബങ്കി ജമ്പിങ് എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. ഹൈറ്റിന് പേടിയുള്ളതുകൊണ്ട്. പക്ഷേ എനിക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതാണ്. അവിടെ കാണുന്ന കാഴ്ചകളൊക്കെ ഇത് പകർത്തുമ്പോഴും നമുക്കിതൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ള, നമ്മളും കൂടെ അനുഭവത്തിലൂടെ കടന്നു പോകണമെന്ന് തോന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ ഈ ക്യാമറയുടെ ഒരു പഴിചാരിയാണ് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. ക്യാമറയും പിടിച്ചോണ്ട് ചാടാൻ പറ്റില്ല, അതുകൊണ്ട് ചാടിയില്ല എന്നൊക്കെ എനിക്ക് സത്യത്തിൽ പേടിയാണ്. അതുകൊണ്ട് ചാടാതെ. പക്ഷേ ഇത്തരം ആക്ടിവിറ്റീസ് കാണുമ്പോൾ നമുക്ക് ഒരു കുളിരുണ്ടാവില്ലേ? കുളിരില്ല, പേടി എനിക്ക് പലപ്പോഴും ഉണ്ടാവും. ഈ ബഞ്ചി ജമ്പൊക്കെ കാണുമ്പോൾ എനിക്കൊരിക്കലും അതൊന്നും ചെയ്യാൻ പറ്റില്ല. പാരഷൂട്ടിൽ നിന്ന് ചാടുന്നത് പോലും എനിക്ക് പേടിയുള്ള ഒരാളാണ്. അപ്പോൾ എന്നിട്ടാണ് ഞാൻ ഈ ബഹിരാകാശത്ത് പോകാൻ. ഈ സ്പേസ് ട്രാവൽ എന്ന് പറയുന്നത് നാളത്തെ സാധാരണ മനുഷ്യന് യാത്ര ചെയ്യാനുള്ള ഒരു ഗതാഗതോപാധിയായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. സ്പേസ് ടൂറിസം എന്ന് പറയുന്ന ഒരു ഭ്രാന്ത് മാത്രമല്ല അത്. അതായത് ഇന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ഗതാഗത സംവിധാനം സ്പീഡ് കൂടുന്നില്ല. വിമാനത്തിൻ്റെ സ്പീഡ് ഇപ്പോഴും കൂടിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 50 കൊല്ലം മുമ്പ് പോയ അതേ സ്പീഡിൽ ഇപ്പോഴും വിമാനം പറക്കുന്നത്. മണിക്കൂറിൽ 1000 കിലോമീറ്റർ കൂടുതൽ സ്പീഡിൽ പോകാവുന്നൊരു സംവിധാനം നമുക്കില്ല. നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഇനിയുള്ള കാലം മുഴുവൻ അത് മതി എന്നുള്ള സ്പീഡ്? പോരാ. നിങ്ങളിപ്പോഴും കൊച്ചിയിൽ നിന്ന് ന്യൂയോർക്കിൽ എത്തണമെങ്കിൽ ഒരു 16-17 മണിക്കൂർ ഇരിക്കണം വിമാനത്തിനകത്ത്. നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വപ്നം കാണാത്തത് 1 മണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ നിന്ന് ന്യൂയോർക്കിൽ എത്തുന്നതിനെക്കുറിച്ച്? അത് സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ട്. അത് വരണമെങ്കിലുള്ള ഒരു പ്രധാന മാർഗ്ഗം എന്ന് പറയുന്നത് നേരെ സ്പേസിലേക്ക് കയറുക, സ്പേസിൽ കൂടെ പോവുക, അവിടെ പോയി ഇറങ്ങുക. ഇതാണ് അവരുടെ ലക്ഷ്യം. അതിനുള്ള ടെസ്റ്റ് ഫ്ലൈറ്റുകൾക്കാണ് സ്പേസ് ടൂറിസം എന്ന് അവർ ഓമന പേരിട്ട് വിളിക്കുന്നത്.
അപ്പം നമ്മളൊക്കെ പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു വിഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അതിന് അതിൻ്റേതായ ഡിലേ ഉണ്ടാവും, അത് അതിൻ്റേതായ പ്രോസസ്സ് ഉണ്ട്. ഇതെല്ലാം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത്തരം ഒരു കാര്യത്തിൽ കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെൻ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് പുറത്ത് പറയാവുന്നതിനും എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതിനും പരിമിതിയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ സാഹസികമായ പ്രവർത്തനങ്ങളിൽ എന്ന് പറയുമ്പോൾ പോലും ഭാവിയിൽ ഏത് സാധാരണക്കാരനും യാത്ര ചെയ്യാൻ പ്രാപ്തമാകുന്ന ഒരു വാഹനം എന്ന് പറയുമ്പോൾ അത് സേഫ് ആയിരിക്കും, അത്ര റിസ്ക് ഉള്ളതായിരിക്കില്ല, ഒരു വിമാനയാത്ര പോലെ ലളിതമായിരിക്കും. അല്ലാതെ ഈ പറഞ്ഞ കാലയിൽ കയറ് കെട്ടിയിട്ട് താഴേക്ക് ചാടുന്ന പോലത്തെ ബഞ്ചി ജമ്പൊക്കെ പോലുള്ള സാധനത്തിലൊന്നും ഞാൻ അത്ര സാഹസികനൊന്നുമല്ല. പക്ഷേ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ ഹൈറ്റിനെ പേടിയില്ല, അല്ലെങ്കിൽ അടഞ്ഞൊരു മുറിക്കാതിരിക്കാനുള്ള ലിഫ്റ്റിനകത്ത് കയറുമ്പോഴോ അല്ലെങ്കിൽ കുതിച്ചു വരുന്ന സാധനത്തിൽ അതൊന്നും എനിക്കൊരു ഭയമുള്ള സാധനമൊന്നുമല്ല. പക്ഷേ ഈ വലിയ അതിസാഹസം കാണിക്കേണ്ട കാര്യമില്ലെന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. അതിന് ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും ഉയരമുള്ള കെട്ടിടത്തിൻ്റെ 2 കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് കയറ് വലിച്ചു കിട്ടിയിട്ട് നടക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ അത്ര ആത്മവിശ്വാസമുള്ളവർ ചെയ്യട്ടെ. അവർക്ക് മറ്റൊരു കാര്യത്തേക്കാൾ അതിലാണ് അവരുടെ വൈദഗ്ധ്യവും, അവരെ അറിയപ്പെടുന്നു അതിൻ്റെ പേരിലാണ്. എൻ്റെ വൈദഗ്ധ്യവും ഞാൻ അറിയപ്പെടുന്നു ആ പേരിലല്ല. അതുകൊണ്ട് കുഴപ്പമില്ല. ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നത് ഇപ്പോൾ പല നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ അവിടുത്തെ ഫുഡ് കഴിക്കണമെന്ന് നമുക്ക് തന്നെ പഴഞ്ചൊല്ലുണ്ട്. പക്ഷേ എങ്കിലും എക്സ്പ്ലോറേഷൻ നമ്മുടെ ഇഷ്ടമാണ്. പക്ഷേ എങ്കിലും നമുക്ക് തോന്നൂലേ, ചില സാധനങ്ങൾ കാണുമ്പോൾ കൊതി തോന്നും. പക്ഷേ ഈ പാറ്റയും പല്ലിയും വണ്ടിനെയൊക്കെ തിന്നുന്ന കാണുമ്പോൾ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതൽ ഉള്ള സംഭവങ്ങൾ അവർ എടുക്കുന്നതാണ്. നമുക്കും ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം എന്നൊക്കെയാണ് നിഗമനങ്ങൾ. അപ്പം അത്തരം ഫുഡൊക്കെ കാണുമ്പോൾ അവർ കഴിക്കണമെന്ന് ചിലപ്പോൾ അവർഷം തോന്നാം, ചിലപ്പോൾ അട്രാക്ഷൻ തോന്നാം. എങ്ങനെയാണത് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്? നമ്മൾ ആ നാട്ടിൽ വീണ്ടും ചിലപ്പോൾ പോകാൻ പറ്റണമെന്നില്ല. അല്ല, നമുക്ക് അറപ്പ് തോന്നാത്ത സാധനങ്ങളൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. ഇപ്പം അറപ്പ് തോന്നുക എന്ന് പറയുന്നത്, അറപ്പും എനിക്ക് ചിലപ്പോൾ ഭയം തോന്നുന്നത്, ഇപ്പം പാറ്റ, ഈ പാറ്റ കാഷ്ടത്തിനുള്ളൊരു ദുർഗന്ധം ഉണ്ടല്ലോ, ഒരു സ്മെല്ലുണ്ടല്ലോ, അത് ഓർമ്മ വരും നമ്മൾ ഈ പാറ്റ കാണുമ്പോൾ തന്നെ. അതുകൊണ്ട് അത് കഴിക്കാൻ നമുക്ക് തോന്നില്ല. എന്നാൽ നമ്മളുടെ ഒരു യുക്തി തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ പ്രോൺസ് കഴിക്കില്ലേ, ചെമ്മീൻ കഴിക്കില്ലേ? ഈ ചെമ്മീനും പുൽച്ചാടിയും തമ്മിൽ എന്താ വ്യത്യാസം കാണുമ്പോൾ? ചെമ്മീൻ കഴിക്കുന്നവന് പുൽച്ചാടി കഴിക്കുന്നവനെ കുറ്റം പറയാൻ ഒരു അവകാശവും ഇല്ല. ഇല്ല, ഒന്ന് വെള്ളത്തിൽ ഒന്ന് കരയിൽ വേണമെന്നേ ഉള്ളൂ. ശരിയല്ലേ? അങ്ങനെ എന്തൊക്കെ കഴിച്ചിട്ടുണ്ട്? ചേര തന്നിട്ടുണ്ടോ? ഞാൻ പാമ്പിൻ്റെ ഒരു കഷ്ണം കഴിച്ചിട്ടുണ്ട്. ഓ, എന്ത് പാമ്പായിരുന്നു അത്? അതെന്ത് പാമ്പെന്ന് എനിക്കൊരു ഓർമ്മയില്ല, അതുപോലും ഓർക്കാനുള്ള സമയം. ഞാൻ തൈവാനിൽ ഒരു ഹ്വാഷി മാർക്കറ്റ് എന്നൊരു മാർക്കറ്റുണ്ട്. അത് ഈ പാമ്പിൻ്റെ മാർക്കറ്റ്, പാമ്പിനെ തത്സമയം പ്രിപ്പയർ ചെയ്ത് കൊന്ന് ഫ്രൈ ചെയ്ത് അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തൊക്കെ തരുന്ന സ്ഥലമാണ്. അവരോട് ഷൂട്ട് ചെയ്ത് പോകുമ്പോൾ ഞാനൊരു അവിടെ ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് ഇങ്ങനെ വരുന്നവർക്കെല്ലാം ഫ്രീ കൊടുത്തുകൊണ്ടിരിക്കുക, മനസ്സിലായി, സാമ്പിള്. അപ്പോൾ ഞാൻ ഇത് ഷൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം അപ്പോൾ ഇവൻ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല ആദ്യം. അപ്പോൾ ഞാൻ പിന്നെ ഇവനുമായിട്ട് ലോഹിയായപ്പോൾ അവൻ പറഞ്ഞു, നീ ഒരു കഷ്ണം തിന്നാവുന്നുണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്തോളാം. അങ്ങനെ തന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു കഷ്ണം എടുത്ത് തന്നു. എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. ഞാൻ പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ രുചിവൈവിധ്യം അല്ല ഇതിൻ്റെ അകത്തെ പ്രശ്നം, നമ്മുടെ ഒരു സൈക്കോളജിക്കൽ പ്രശ്നമാണ്. പാമ്പിനെ എനിക്ക് ജന്മനാ പേടിയാണ്. പാമ്പിനെ അല്ലേ തന്നെ എനിക്ക് പേടിയോ ഒരറപ്പോ ഒക്കെ തോന്നിയ ഒരു ജീവിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള പാമ്പ്. അതുകൊണ്ട് തന്നെ നമുക്കിത് തോന്നുന്നതാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഇതിനകത്ത് ഒരു ജനസമൂഹം, ഇപ്പോൾ ഉദാഹരണത്തിന് ചൈന പോലെ കോടാനുകൂടി മനുഷ്യരുള്ള ജനസമൂഹം നൂറ്റാണ്ടുകളായിട്ട് കഴിക്കുന്ന ഒരു ഭക്ഷണത്തിൽ എന്തെങ്കിലും ഗുണം കാണില്ലേ? ഇല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു സാധനം, ഒരു സിസ്റ്റം ഉണ്ടാവില്ലല്ലോ ഒരു നാട്ടിൽ. നാട്ടിലൊരു ശീലം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനൊരു കാലാകാലങ്ങളായ ഒരു കാരണം ഉണ്ടാവും. അവരുടെ പ്രകൃതിയുടെ പ്രശ്നമാവാം, കാലാവസ്ഥയുടെ പ്രശ്നമായിരിക്കാം, അവിടുത്തെ ആരോഗ്യത്തിൻ്റെ പ്രശ്നമായിരിക്കാം, അവരുടെ ജനസമൂഹത്തിന് വേണ്ട ചില പ്രോട്ടീന്, ചില മൂലകങ്ങളുടെയൊക്കെ കുറവ് വരുന്ന പ്രദേശത്തായിരിക്കും അവർ ജീവിക്കുന്നത്. വെയിൽ തീരെ ഇല്ലാത്ത നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്കുണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്, അതിനെ പരിഹരിക്കുന്ന മറ്റു ചില ഭക്ഷണം കൊണ്ടായിരിക്കാം. അപ്പോൾ ഇതിനൊക്കെ ഒരു കാരണമുണ്ട്. പ്രകൃതിയുടെ കാരണമാവാം, ജീവശാസ്ത്രപരമായ കാരണമാവാം. അപ്പോൾ അതിനെ ഒന്നും നമ്മൾ എതിർക്കേണ്ടതില്ല. പിന്നെ നമ്മൾ ഇത്തരം നാടുകളിൽ ചെന്നാൽ ഈ പാറ്റയും പഴുതാരയും ഒക്കെ കിട്ടുന്ന തെരുവുകൾ ചിലയിടത്തൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. മെയിൻ സ്ട്രീമിൽ പ്രധാന സ്ട്രീറ്റുകളിലോ പ്രധാന സ്ഥലങ്ങളിലോ ഒക്കെ കിട്ടുന്നത് നമ്മൾ ഒരു ഇൻ്റർനാഷണൽ മാന്യമായ ഫുഡ് തന്നെ എല്ലായിടത്തും. എല്ലാവരും അംഗീകരിച്ച ഫുഡ് എല്ലായിടത്തും ഉള്ളൂ. ഇത് തപ്പി നമ്മൾ പോകണം ഇത് കിട്ടണമെങ്കിൽ, അത്രേ ഉള്ളൂ. ചില സ്ട്രീറ്റുകൾ അതിനുവേണ്ടി അത്തരം വട്ടന്മാർ ആ സ്ട്രീറ്റിലെത്തും, അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് പല രാജ്യങ്ങളിൽ ചിലപ്പോൾ പലതരത്തിലുള്ള വിശ്വാസങ്ങൾ, ദൈവങ്ങളൊക്കെ കാണും. നമ്മുടെ ഇവിടെ ദൈവമായിട്ട് ആരാധിക്കാൻ പറ്റാത്തതെന്ന് നമുക്ക് തോന്നുന്ന ചില സ്ഥലത്തൊക്കെ തമാശയായിട്ട് നമുക്ക് തോന്നുക. നമ്മുടെ തന്നെ പല കാര്യങ്ങളും നമുക്ക് തമാശയായിട്ട് തോന്നും, ഇതെന്താണെന്ന് തോന്നും. അത് കുറച്ചുകൂടി പരിഷ്കരിക്കപ്പെടുമ്പോൾ നമുക്ക് തോന്നുക. അപ്പോൾ പല നാടുകളിൽ ചെല്ലുമ്പോൾ ഇതിനെങ്ങനെയാണ് കൺസീവ് ചെയ്തേക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ നോക്കുന്നത് ചിലപ്പോൾ ഒരു ലോജിക്കൽ തിങ്കിങ്ങിൻ്റെ
ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും. പക്ഷേ സന്തോഷമായിട്ട് നോക്കിയത് ആ ഒരു കൾച്ചറൽ വാല്യൂസിൽ അവർ എത്രത്തോളം ഇൻകോപ്പറേറ്റ് ചെയ്ത് ജീവിക്കുന്നു എന്നുള്ള ആസ്പെക്റ്റ് ആയിരിക്കും. പക്ഷേ ചില സ്ഥലത്ത് പോകുമ്പോൾ ഇതിനെ നമ്മൾ തള്ളിക്കളയാനായിരിക്കും ശ്രമിക്കുക, നമ്മൾ കുറച്ചുകൂടെ പ്രോഗ്രസീവായിട്ട് ഉയർന്നു നിന്ന് കാണാൻ ശ്രമിക്കും. എന്തൊക്കെ വ്യൂസിലാണെന്ന് കണ്ടതെന്ന് എനിക്കറിഞ്ഞൂടെ. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ദൈവത്തെ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? ദൈവം വളരെ വിചിത്രമായിട്ടാണ് പല നാടുകളിൽ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മളിവിടെ ഇരുന്ന് ദൈവത്തെക്കുറിച്ച് ദൈവവിശ്വാസത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ അജിറ്റേറ്റഡ് ആവും ആളുകൾ. അതിൻ്റെ കാരണം എന്താ? ഞാൻ പണ്ട് മുതൽ എന്നെ പൂർവികർ എന്നെ പഠിപ്പിച്ച ആ സിസ്റ്റത്തിൽ ഞാൻ കംഫർട്ടബിളാണ്. അതല്ലാതെ ഒരു ദൈവസങ്കല്പമോ ആത്മീയ സങ്കല്പമോ ഇല്ല എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. ഇതേ ചിന്ത ഇത്രയും ആഴത്തിൽ തന്നെ ആയിരിക്കുമല്ലോ ഈ ദൈവത്തിന് മുമ്പിൽ പന്നിയുടെ തല നൈവേദ്യം കൊടുക്കുകയും കള്ള് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രീതിപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ചൈനക്കാരൻ്റെ വിശ്വാസം. അവനെ നമ്മൾ കളിയാക്കുകയും നമ്മളാണ് ശരിയെന്ന് പറയുകയും ചെയ്യുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഈ യുക്തി നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഈയിടെ ആരോ ഒരാൾ ഒരു കമൻറ്റ് എൻ്റെ ഒരു വീഡിയോ ഇട്ടു, നിങ്ങളൊരു ട്രാവലർ മാത്രമാണ്, വിശ്വാസങ്ങളെക്കുറിച്ചൊന്നും അഭിപ്രായം പറയാൻ നിങ്ങൾ ആളായിട്ടില്ലെന്ന്. ഈ വിശ്വാസങ്ങളെക്കുറിച്ച് ഒരു ട്രാവലർ അഭിപ്രായം പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ആമസോൺ മുതൽ ജപ്പാൻ വരെയുള്ള നാടുകളിലെ ഗോത്രവർഗ്ഗക്കാർ മുതൽ ഏറ്റവും പരിഷ്കൃതമാണെന്ന് പറയുന്ന സമൂഹം വരെ പുലർത്തുന്ന വിശ്വാസങ്ങളുടെ വൈവിധ്യങ്ങളും ചിലതിലെ മണ്ടത്തരങ്ങളും അതിൻ്റെ യുക്തിരാഹിത്യവും സഞ്ചരിക്കുന്ന ഒരാൾ കാണുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് അയാൾക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അഭിപ്രായം പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ഈ മണ്ടത്തരങ്ങളിൽ നിന്ന് നമ്മൾ വിശ്വസിക്കുന്നത് എത്ര എണ്ണ കാണുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദൈവത്തിന് നമ്മൾ കൊണ്ടുപോയി പട്ടച്ചാരായം സമർപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതിൻ്റെ ഉദ്ദേശം എന്താ? ദൈവം ഇതിരിച്ചിട്ട് കിക്കാവണം. ബോധം നഷ്ടപ്പെടുത്തുമെന്ന് വിചാരിച്ച് കൊടുക്കുന്നു. അപ്പം ഇത് വലിയൊരു ജനവിഭാഗം, കേരളത്തിലെ ജനത്തിനുള്ളതിൻ്റെ ഒരു 100 മടങ്ങുള്ള ജനവിഭാഗങ്ങൾ, ഒരു അത്രയുള്ള ജനസംഖ്യയുള്ള പ്രദേശത്തെ ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. അവരെ കുച്ചായിട്ട് കാണണ്ട, നമ്മളെക്കാൾ പ്രബലമായ വിശ്വാസം അത്. ജപ്പാനിലെ ഫലം ബുദ്ധിസത്തിൽ തന്നെ എന്തെല്ലാം വൈവിധ്യങ്ങൾ അതിനകത്തുണ്ട്. ജപ്പാനിലെ ഏറ്റവും പ്രബലമായ മതം ഷിൻഡോ മതമാണ്. ഈ ഷിൻഡോ മതത്തിന് സ്ഥാപകനില്ല. ഷിൻഡോ മതത്തിന് വേദഗ്രന്ഥമില്ല. ഷിൻഡോ മതത്തിൽ ജപ്പാനിലെ ഏത് ഗ്രാമത്തിലും എങ്ങനെ വേണമെങ്കിലും അവർക്ക് ആരാധിക്കാം. ജപ്പാനിലെ ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്ന മതമാണ്. ഈ ഷിൻഡോ മതം എന്താണെന്ന് ചുമ്മാ ഒന്ന് പഠിച്ചു നോക്കിയേ. അപ്പം മനസ്സിലാകും നമ്മളുടെയൊക്കെ മതവിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നതും പോലെ തന്നെ നമ്മളെക്കാൾ ടെക്നോളജിക്കലി നമ്മളെക്കാൾ വളരെ മുമ്പേ 1960-കളിൽ ബുള്ളറ്റ് ട്രെയിൻ കൊണ്ടുവന്നവരവർ. അവർ പോലും ഇങ്ങനെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണോ? അങ്ങനെയുള്ളൊരു ചിന്തയും വിശ്വാസവും. നാളെ ആ മതത്തിലേക്ക് ജപ്പാൻ ടെക്നോളജിക്കലി മുമ്പല്ലേ, കേമന്മാരല്ലേ? അതുകൊണ്ട് നാളെ മുതൽ ഞാൻ ഷിൻഡോ മതത്തിലേക്ക് മാറുക, ഹിന്ദു മതത്തിൽ നിന്നല്ലേ, ക്രിസ്ത്യാനിറ്റിയിൽ നിന്നല്ലേ, ഇസ്ലാമിൽ നിന്ന് പറയാൻ നിങ്ങൾ തയ്യാറാണോ? അത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം. അങ്ങനെ പറ്റുള്ളൂ. അതേപോലെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു, ഈ ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ഇംപ്ലിമെൻറ്റേഷൻ ലെവൽ നമ്മൾ മറ്റേതുപോലെ നടക്കില്ല. ഇപ്പോൾ ഏകാധിപത്യ സ്വഭാവത്തിൽ നടക്കില്ല. പല ജനാധിപത്യ രാജ്യങ്ങളെയും വിലയിരുത്തിയിട്ടുള്ളത് ഒരു ഏകാധിപത്യ സ്വഭാവത്തിലുള്ള ജനാധിപത്യ രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ വാക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 33% വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി 67% വോട്ടിൻ്റെ അഭിപ്രായങ്ങളെ ഒന്നും പരിഗണിക്കാതെ നമ്മൾ തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. അതും ചില ഡിബേറ്റബിൾ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. പലതരത്തിലുള്ള സംവിധാനങ്ങൾ കണ്ടിട്ടുണ്ട് രാജ്യങ്ങളിലൊക്കെ. ജനാധിപത്യത്തിനേക്കാളും ഉയർന്ന സംവിധാനം ഇല്ലെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മുടെ ജനാധിപത്യം, ഇന്ത്യൻ ഡെമോക്രാറ്റിക് സിസ്റ്റം ഇല്ലെങ്കിൽ ഒരു ഇലക്ഷൻ സംവിധാനമൊക്കെ എത്രത്തോളം ഉയരേണ്ടതുണ്ട്, മാറേണ്ടതുണ്ട്? ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു പ്രായോഗിക സംവിധാനം എന്ന നിലയിലാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനേക്കാൾ പ്രായോഗികമായൊരു സൊല്യൂഷൻ നമ്മളുടെ ആളുകളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ ഭരണം ഒരാളെ ഏൽപ്പിക്കാനില്ല നമുക്ക്. അല്ലെങ്കിൽ വരേണ്ടത്, ഇന്ത്യ പോലെ ഇത്ര വൈവിധ്യങ്ങളുള്ളൊരു നാട്ടിൽ ഒരൊറ്റ ഛത്രപതി, ഒരൊറ്റ ഏകാധിപതി വന്ന് ഭരിക്കുക എന്ന് പറയുന്നത് ഉടനെ ഒന്നും അത്ര പ്രായോഗികമായ കാര്യവുമല്ല. അതിന് ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്, സമ്മതിപ്പിക്കില്ല. അതെ. പക്ഷേ അത് അത്ര എളുപ്പമാണെന്ന് എനിക്കറിയില്ല. അത് സാധ്യത ചിലപ്പോൾ അങ്ങനെയൊക്കെ ഭാവി വരാൻ മേലായിക്കില്ല. കാരണം ഇപ്പം പലയിടത്തും അങ്ങനെയായി മാറി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ചൈന, അവിടുത്തെ പ്രസിഡന്റിന് ആയുഷ്കാലം ഭരിക്കാനുള്ള റൈറ്റ് കൊടുത്തിരിക്കുക. ടെക്നോളജിക്കലി, വാണിജ്യപരമായി ലോകത്തെ ഇന്ന് ഭരിക്കുന്ന ഏറ്റവും വലിയ ശക്തികളിലൊന്നാണത്. 2, റഷ്യ. അവിടെ ഒരു പ്രസിഡന്റ് അധികാരത്തിൽ വന്നിട്ട് എത്ര കൊല്ലമായി? റഷ്യയുടെ പക്ഷേ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് അവർ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് എന്തായിരുന്നോ അതിൽ നിന്ന് വളരെ മുമ്പോട്ട് പോയിട്ടുള്ളത് നമ്മൾ പ്രകടമായിട്ട് കാണാം. രാജ്യം വളരെയധികം മുന്നോട്ട് വരുന്നുണ്ട്. എന്നാൽ ഏകാധിപത്യമാണ് അവിടെ നടക്കുന്നത്. സിംഗപ്പൂര് എത്രയോ കൊല്ലമായിട്ട് ഏകാധിപത്യമാണ്. എത്രയോ രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ്. മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ, ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ അങ്ങനെയല്ലേ?
UAE, ഒമാൻ, കുവൈറ്റ് എല്ലാം. അപ്പം ഇപ്പം ഡെമോക്രസി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും, ഇപ്പം അമേരിക്കൻ ഡെമോക്രസിയിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ട്രംപിനെ പോലുള്ള ഒരാൾ അധികാരത്തിൽ വരുന്നുണ്ട് അവിടെ. അതെ, അതും ഡെമോക്രസി തന്നെയാണ്. തന്നെയല്ല, അവിടെ 2 പാർട്ടികളിൽ ഒന്നിനെ തിരഞ്ഞെടുക്കുകയാണ് ആളുകൾ നിർബന്ധിതമായിട്ടും. അപ്പോൾ 50% ഓട്ടോക്രസിയിലേക്ക് വന്നല്ലോ അത്, അല്ലേ? നിങ്ങൾക്ക് 2 ഓപ്ഷനേ ഉള്ളൂ എന്നുള്ളതായി. മറ്റേത് ഒരോപ്ഷനേ ഉള്ളൂ, ഇവിടെ 2 ഓപ്ഷനുണ്ട്. ഇന്ത്യയിൽ 100 ഓപ്ഷനുണ്ട്. ഇതാണ് ഈ വ്യത്യാസം. അപ്പം 100 ഓപ്ഷനുള്ള ഇന്ത്യയേക്കാൾ ഏകാധിപത്യ സ്വഭാവമുള്ളതല്ലേ 2 ഓപ്ഷൻ മാത്രമുള്ള അമേരിക്ക. ഇതിൽ ജനാധിപത്യം വർക്കാവുന്നത്, സക്സസ്ഫുൾ ആവുന്നത് ഡിസിഷൻ മേക്കേഴ്സ് എത്ര വിവരമുള്ളവരാകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പം നമുക്ക് കിട്ടുന്നത് നല്ല ആൾക്കാരാണെങ്കിൽ. ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളല്ലേ ആരാ ഭരിക്കേണ്ടത് തീരുമാനിക്കുന്നത്. അതൊക്കെ പക്ഷേ അപ്പോൾ തിരഞ്ഞെടുക്കാനുള്ള ബോധമുള്ളവൻ തിരഞ്ഞെടുക്കണം. വലിയ പ്രോസസ്സാണ്. അവിടെയാണ് പ്രശ്നം. മനസ്സിലായില്ലേ? നിങ്ങളെ ആര് ഭരിക്കണമെന്ന് നിങ്ങളാ തീരുമാനിക്കുന്നത് ജനാധിപത്യത്തിൽ, അല്ലേ? അവിടെ നിങ്ങൾക്ക് സാരി തരുന്നയാളെ തിരഞ്ഞെടുക്കണോ, പട്ടച്ചാരായം കൊണ്ടും തരുന്നയാളെ തിരഞ്ഞെടുക്കണോ, നിങ്ങളുടെ മതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, നിങ്ങളുടെ മതത്തെ സുഖിപ്പിക്കുന്നയാളെ തിരഞ്ഞെടുക്കണോ, അതോ നിങ്ങളുടെ രാഷ്ട്രം നാളെ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് ജീവിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു രാഷ്ട്രമാക്കി മാറ്റുമെന്ന് തിരഞ്ഞെടുക്കണമെന്നുള്ള ചോദ്യത്തെ അതിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നവനായിരിക്കണം വോട്ട് ചെയ്യുന്നവൻ. എൻ്റെ മതത്തെ സുഖിപ്പിക്കുന്നവനെ ഞാൻ വോട്ട് ചെയ്യുമെന്ന് തീരുമാനിക്കുന്നിടത്ത്, എനിക്കൊരു സാരി സമ്മാന ഇലക്ഷൻ തലേദിവസം കൊണ്ടും തരുന്നവന്, കോളനി തോറും അല്ലെങ്കിൽ ഗ്രാമങ്ങൾ തോറും നടന്ന് അവിടെ സമ്മാനപ്പൊതികൾ വോട്ടിന് മുമ്പ് വിതരണം ചെയ്യുന്നവന്, അല്ലെങ്കിൽ ചാരായക്കുപ്പികൾ അല്ലെങ്കിൽ മദ്യക്കുപ്പികൾ വോട്ടിൻ്റെ തലേദിവസം വീടുകൾ തോറും വിതരണം ചെയ്യുന്നവന് വോട്ട് ചെയ്യുന്ന സംവിധാനത്തിനാണോ യഥാർത്ഥ ഡെമോക്രസി എന്ന് നമ്മൾ പറയേണ്ടത്? ഒരു വലിയ ചോദ്യമാണ്. നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഒരു കാര്യം കൂടെ ഇതിൻ്റെ അനുബന്ധമായിട്ട് പറയാം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടുവന്നിരിക്കട്ടെ, മുന്നണി സംവിധാനവും മൾട്ടി പാർട്ടി സിസ്റ്റവും ഉള്ള ഒരു രാജ്യത്ത് നിങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട അതേ മുന്നണിയാണോ പലപ്പോഴും അധികാരത്തിൽ വന്നിട്ടുള്ളത്? ആ പാർട്ടിയിലെ 10 പേരെ കാശ് കൊടുത്ത് ഇങ്ങോട്ട് മറിക്കുകയും ആ പാർട്ടിയെ ഇങ്ങോട്ട് മറിക്കുകയും ചെയ്തിട്ട് നമ്മൾ ആർക്കെതിരെ വോട്ട് ചെയ്തോ അവർ അധികാരത്തിൽ വരുന്ന കാഴ്ചയും ഇന്ത്യ കണ്ടിട്ടില്ലേ? പല സ്റ്റേറ്റുകളിലും നമ്മൾ കണ്ടിട്ടില്ലേ? ഇതിന് തൊട്ട് മുമ്പത്തെ തവണ കർണാടകത്തിൽ എങ്ങനെയായിരുന്നു? കർണാടകം എന്ന മാധ്യമങ്ങൾ പേരിട്ട് ദിവസങ്ങളോളം MLA-മാരെ റിസോർട്ടുകളിൽ കൊണ്ടുപോയി ഒളിച്ചു താമസിപ്പിക്കേണ്ട സാഹചര്യം വന്നത് ഇതേ ജനാധിപത്യ രാജ്യത്തല്ലേ? വലിയ കഷ്ടമുള്ള അവസ്ഥയാണ്. അപ്പം അവിടെയാണ് ഞാൻ പറഞ്ഞത്, പൗരന്മാർക്ക് ഒരു പൗരബോധവും ഒരു സാമൂഹ്യബോധവും കോമൺ സെൻസും ഒക്കെ ഉള്ളൊരു സമൂഹത്തിൽ മാത്രമേ ശരിയായ രീതിയിൽ, പൂർണ്ണമായി ശരിയല്ല ഞാൻ പറഞ്ഞത്, ഒരു 60% അല്ലെങ്കിൽ 50% ശരിയായ രീതിയിൽ ഡെമോക്രസി വർക്കാവുള്ളൂ. അല്ലാത്തടത്ത് ഡെമോക്രസി ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ എന്നുള്ള മട്ടിൽ അങ്ങ് പോകും. അതിൻ്റെ കൂട്ടത്തിൽ ഇലക്ഷൻ സംവിധാനത്തിൽ നമ്മളിപ്പോൾ 33% കിട്ടുകയാണെങ്കിൽ ജയിച്ചു എന്ന് പറയുന്നത് പോലെ 30% ഒന്നും വേണം നിർബന്ധമില്ലല്ലോ. നിങ്ങൾക്ക് 10 പാർട്ടികൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ അല്ലെ ഒരു വോട്ട് കൂടുതൽ കിട്ടിയാൽ ജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അല്ലാതെ ഈ പാർട്ടിസിപ്പേഷൻ ഇപ്പോൾ 50% വോട്ട് നേടുന്നവർക്ക് ഇത്ര MLAs-നെ വെക്കാം, അല്ലെങ്കിൽ 30% കിട്ടുന്നവർക്ക് ഇത്ര, 10%. അപ്പോൾ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുന്ന ഒരു സിസ്റ്റം. അങ്ങനെയൊക്കെ കൂടെ നമുക്ക് അത്തരം ഒരു ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലേക്കോ ഇല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ സംസാരത്തിലേ ഇല്ല, ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണത് കൊണ്ടുവരേണ്ടതെന്ന് അറിഞ്ഞൂടാ. അത്തരം വിഷൻസ് എന്താണ് നമ്മുടെ ഈ ഇലക്ടോറിയൽ സംവിധാനത്തെക്കുറിച്ചുള്ള ഒരു വിഷൻ കൂടെ പറയും? അല്ല, എലക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സ് ആവുന്നത് ഡെമോക്രസി ഉള്ളത് കൊണ്ട് മാത്രമല്ലേ? ഡെമോക്രസി ഇല്ലാത്തത് ഇലക്ഷൻ്റെ ആവശ്യമില്ലല്ലോ. അതെ. അപ്പോൾ ഈ ഡെമോക്രസി ഈ പറഞ്ഞ ഒരു ക്വാളിറ്റിയിലേക്ക് മാറുമ്പോൾ മാത്രമേ ഇതിനും അർത്ഥം ഉണ്ടാവുന്നുള്ളൂ. അതാണ് പ്രധാനം. ഡെമോക്രസിയെ ഫൈൻ ട്യൂൺ ചെയ്യാനല്ലല്ലോ നമ്മൾ നോക്കുന്നത്. ഡെമോക്രസിയെ എങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത് ദുരുപയോഗിക്കാം എന്നുള്ളതാണ് നമ്മുടെ സാധ്യതകളെല്ലാം നോക്കുന്നത്. ഡെമോക്രസിയിൽ ഇപ്പം പലപ്പോഴും ആരോപണം വരുന്നത് വോട്ടിംഗ് മെഷീനെ കുറിച്ച് തന്നെയാണല്ലോ. അവിടെയും സൂത്രപ്പണികളല്ലേ നമ്മൾ നോക്കുന്നത്. വോട്ടിംഗ് മെഷീനെ സ്വാധീനിക്കാൻ കഴിയുമോ? കഴിയുമെന്ന് ചിലർ പറയുന്നു, അത് കഴിയില്ല എന്ന് ചിലർ പറയുന്നു. പക്ഷേ മനുഷ്യനുണ്ടാക്കിയ ഒരു ഇലക്ട്രോണിക് ഉപകരണമാണല്ലോ അത്. കഴിയുമെന്ന് വിശ്വസിക്കാനാണ് കൂടുതൽ കഴിയുന്നത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും. കാരണം നിങ്ങൾ ഗൂഗിളിൽ നിങ്ങളുടെ ഒരു മൊബൈൽ ഫോണിൽ നിങ്ങൾ തൊട്ട് മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയമാണ് നിങ്ങൾ അടുത്ത യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വീഡിയോ കാണുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം തന്നെ നിങ്ങളുടെ മനസ്സ് വായിക്കാൻ ഈ യന്ത്രത്തിന് കഴിയുന്നല്ലേ എൻ്റെ അർത്ഥം. ഇലക്ട്രോണിക്സ് അത്രയും വളർന്നു കഴിഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ ഭരിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ടെക്നോളജി മാറും. തീർച്ചയായിട്ടും. നമ്മൾ ഈ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ കേരളത്തെ സംബന്ധിച്ചൊരു സ്വപ്നമായിരുന്നു. ഇപ്പോൾ ഞാനൊക്കെ അമ്മ, ഒളിവർ ട്വിസ്റ്റ്,
പോലെയുള്ള കൃതികൾ വായിക്കുന്നു, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സാഹിത്യം വായിക്കുന്നു, അല്ലെങ്കിൽ ഒളിവിലെ ഓർമ്മകൾ പോലെയുള്ള മുംബൈ പറക്കുന്ന പക്ഷികൾ പോലെയുള്ള ഇടത് സാഹിത്യം വായിക്കുകയാണ്. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ പ്രശാന്ത സുന്ദരമായ ഒരു ലോകത്തെ ആയിരുന്നു നമ്മൾ സ്വപ്നം കണ്ടിരുന്നത്. അതേ പറ്റിയിട്ടുള്ള ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. അവിടെ പോയി ഒന്ന് കാണണം, ആ സ്ഥലമൊക്കെ എങ്ങനെയാണെന്ന്, ഇവിടുത്തെ പോലെ ദാരിദ്ര്യമില്ലാത്തൊരു സ്ഥലമായിരിക്കില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു. അതേപോലത്തെ ഒരു കാലാവസ്ഥയിലായിരിക്കും ഒരു പക്ഷേ ജീവിച്ചിട്ടുണ്ടാവുക. സോവിയറ്റ് നാട് പോലെയുള്ള പ്രസിദ്ധീകരണങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, മോസ്കോ പബ്ലിക്കേഷൻസ് ഒക്കെ. അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും മനസ്സിലായത് എന്താണെന്നുള്ളതും. പിന്നെ ഈ നമ്മൾ പിൽക്കാലഘട്ടത്തിലാണ് കൂട്ടക്കൊലകളെക്കുറിച്ച് പഠിക്കുന്നത്. സ്റ്റാലിൻ എന്ന് പറയുന്നത് അത്തരമൊരു പിക്ചറല്ല നമ്മളൊന്ന് മനസ്സിലാക്കും. ആ സ്ഥലത്തൊക്കെ പോയി നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചരിത്രബോധത്തിനപ്പുറത്തേക്ക് അവരനുഭവിച്ച ക്രൂരതകളെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ, ഹോണ്ട് ചെയ്യുന്ന ഓർമ്മകൾ, ചിലപ്പോൾ നമ്മൾ ആരും അറിയാതെ, എപ്പിസോഡിലൊന്നും ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല, സന്തോഷമായിട്ട് ചിലപ്പോൾ കരഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ അത് മാനസികമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നിൽക്കുമ്പോൾ അത് ഹോണ്ട് ചെയ്തിട്ടുണ്ടാവില്ലേ ഒരുപാട് കാലം? ഒത്തിരി സ്ഥലങ്ങൾ അങ്ങനെയുണ്ട്, ഒത്തിരി സ്ഥലങ്ങളുണ്ട്. നമ്മൾ മലയാളികളോട് പറഞ്ഞാൽ വിശ്വസിക്കില്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഗുലാഗുകൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഗുലാഗ് എന്ന് പറയുന്നത് ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളേക്കാൾ ക്രൂരമായ സാധനങ്ങളായിരുന്നു. ഞാനൊരിക്കൽ എക്കാത്രിൻബർഗ് എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ കൂടെ യാത്ര ചെയ്തു, സൈബീരിയൻ യാത്രക്കിടയ്ക്കിലാണ്. അവിടെ ചെല്ലുമ്പോൾ എക്കാത്രിൻബർഗിലെ ഇന്നതൊരു ടൂറിസ്റ്റ് ആകർഷണമാണ്. വലിയൊരു പ്രദേശത്ത് അവിടെ ഒരു ഗുലാഗ് ഉണ്ടായിരുന്നു. ഈ എക്കാത്രിൻബർഗ് പട്ടണത്തിൽ ഗുലാഗ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പാണ്. സ്റ്റാലിന് ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ അതിന് രാഷ്ട്രത്തിന് വെല്ലുവിളിയാകും എന്ന് കരുതുന്ന, അല്ലെങ്കിൽ ആ ഭരണത്തിനെതിരെ നിൽക്കുന്നു എന്ന് കരുതുന്ന രാഷ്ട്രീയക്കാരെ, അല്ലെങ്കിൽ അവിടുത്തെ ബുദ്ധിജീവികളെ, അതിന് ക്രിമിനലുകളെയും അതിനകത്ത് കാണുമായിരിക്കാം, അവരെയൊക്കെ ഇത്തരം ഗുലാഗുകളിലേക്ക് അയച്ചിരുന്നു സൈബീരിയൻ പ്രദേശത്തെ. അത് നിർബന്ധിത തൊഴിലിടമാണ്. അവിടെ ഖനികളോടനുബന്ധിച്ചൊക്കെയാണ് ഇത്തരം ഗുലാഗുകൾ വരിക. അവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല, ജീവിതകാലം മുഴുവൻ അവിടെ അടിമപ്പണിയാണ്. പിന്നെ ഈ ഗുലാഗുകളിൽ, ഈ എക്കാത്രിൻബർഗിലെ ഒരു ഗുലാഗിൽ ഏതാണ്ട് 25,000 ആളുകളുടെ അസ്ഥികൂടങ്ങളാണ് ഈ 90-കൾക്ക് ശേഷം മാന്തിയെടുത്തത്. എന്നിട്ട് അവിടെ കൊല്ലപ്പെട്ടവരുടെ പിന്നെ പേരുകൾ അതാരാണെന്ന് പിന്നെ അന്വേഷിച്ച് കണ്ടെത്തി അവരുടെ മുഴുവൻ പേരും അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ പ്രായം ഉൾപ്പെടെ അവിടെ ശിലകളിൽ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്തൂടെ ഞാൻ നടന്നിട്ടുണ്ട്. അവിടേക്ക് ചെന്ന് കഴിയുമ്പോൾ ഞാൻ ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോയി നിന്ന് അവിടുത്തെ യാതനയും ദുരിതവും ഒക്കെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം ഒരു അന്യവംശത്തെ അവർ കൊന്നത്, അവർക്ക് ഭീഷണിയാകുമെന്ന് കരുതിയ ഒരു ജനവിഭാഗത്തെ അവർ കൊന്നത്. ജൂതന്മാരെന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തെ, ജർമ്മനിക്ക് ഏറ്റവും വലിയ ശത്രുക്കളാകുമെന്ന് കരുതി അതിനൊരു കാരണം അവർ കണ്ടുപിടിച്ചു തന്നു. ഇത് സ്വന്തം ജനത്തെയാണ്, സ്വന്തം പൗരന്മാരെയാണ്, സ്വന്തം സഹോദരങ്ങളെയാണ്. അപ്പം ഇതൊക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിതൊക്കെ കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നത് എങ്ങനെയാണ്, നമ്മൾ റിഫൈൻഡ് ആവുന്നത് എങ്ങനെയാണ്? ലോകത്ത് ഏറ്റവും നന്മ എന്ന് പറയുന്ന ഒന്നിനുമില്ല. കത്തോലിക്ക സഭ ഇന്ന് ഏറ്റവും ആത്മീയ കാര്യങ്ങളും നല്ല കാര്യങ്ങളും ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുന്ന, ബൈബിളിനെ ആസ്പദമാക്കി ജീവിക്കുന്ന ഒരു ജനസമൂഹം ആണെന്ന്, അല്ലെങ്കിൽ ഒരു പുരോഹിത വർഗമൊക്കെയുള്ള ഈ സംവിധാനം യൂറോപ്പിനെയൊക്കെ എങ്ങനെയാണ് ഒരു കാലത്ത് അടക്കി ഭരിച്ചിരുന്നത്? അവരെങ്ങനെയാണ് അവരുടെ പുരോഹിതന്മാരെയും മിഷണറിമാരെയും കൂടെ കൂട്ടി ലാറ്റിൻ അമേരിക്കയിലേക്കൊക്കെ പര്യവേഷണത്തിന് വിട്ടത്, അവിടെയൊക്കെ കോളനിയാക്കി മാറ്റിയത്? ഈ പ്രീച്ചിങ് ഒക്കെ പഠിച്ച ആളുകൾ തന്നെയല്ലേ ആഫ്രിക്കയെ അവിടെ പോയി മനുഷ്യരെ അടിമകളാക്കി വിറ്റ് നടന്നിരുന്നത്? ഇതിനൊക്കെ സഭയുൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടെ നിന്നിട്ടുണ്ട്. എതിർത്തിട്ടുണ്ടാവാം, പക്ഷേ ഭരിക്കാനും തീരുമാനങ്ങളെടുക്കാനും കഴിവുള്ളൊരു സമയത്തും അവർ നിശബ്ദത പാലിച്ചിട്ടുണ്ട്. അതിനൊക്കെ പഴയ പോപ്പുമാരൊക്കെ ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം തന്നെ ഞാൻ പ്രഖ്യാപിക്കുന്ന ഒരു സാധനം അല്ലത്. എന്തിനാണ് ജോൺ പോൾ രണ്ടാമനും ഫ്രാൻസിസ് പോപ്പും ഒക്കെ ക്ഷമത പറഞ്ഞത് പിന്നെ സമൂഹത്തോട്? അപ്പം ലോകത്തെ പെർഫെക്റ്റ്, എല്ലാം തികഞ്ഞത് എന്ന് പറയുന്ന ഒന്നില്ല എന്നുള്ള നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാവും. ഏത് രാജ്യത്ത് ചെല്ലുമ്പോഴും, ഈ സോവിയറ്റ് യൂണിയനിലെ അല്ലെങ്കിൽ ഇന്നത്തെ റഷ്യയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം എന്താണെന്നറിയോ? ലോകത്ത് എവിടെയും ഉള്ളതുപോലെ തന്നെ രണ്ട് എക്സ്ട്രീം നിങ്ങൾക്ക് ഒരിടത്തും ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്നില്ല. അതായത് ഉള്ളവനും ഇല്ലാത്തവനും ഇവിടെയെല്ലാം നിങ്ങൾക്ക് കാണാം. നിങ്ങൾ മോസ്കോയിലേക്ക് ചെന്നാൽ ലോകത്തെ ഏറ്റവും സുന്ദര നഗരമാണ് അന്നും ഇന്നും, ഏറ്റവും ആഡംബരത്തിൽ നിറഞ്ഞ നഗരമാണ് അന്നും ഇന്നും. എന്നാൽ റഷ്യയുടെ ഉൾഗ്രാമങ്ങളിലേക്ക്, സൈബീരിയയുടെ ഉൾപ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിലേക്ക് ചെന്നാൽ
അല്ലെ പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന ഉസ്ബെക്കിസ്ഥാനിലെയോ കസാക്കിസ്ഥാനിലെയോ ഉൾഗ്രാമങ്ങളിലേക്ക് എന്നാൽ ഇന്നും മറിഞ്ഞു വീഴാറായ മരവീടുകളിൽ ജീവിക്കുന്ന മനുഷ്യരെ കാണാം. മനസ്സിലല്ലേ? തജിക്കിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ, പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന തജിക്കിസ്ഥാൻ്റെ ഉൾനാടുകളുടെ എത്രയോ ഞാൻ യാത്ര ചെയ്തു. കഴിഞ്ഞ 50 വർഷമായിട്ട് ഈ മറിഞ്ഞു വീഴാറായ മരവീടുകളിൽ ഇന്നും വസിക്കുന്ന പട്ടിണിപ്പാവങ്ങളുടെ എത്രയാ കഥകൾ ഞാൻ വിഷ്വൽസ് ഞാൻ കാണിച്ചിരിക്കുന്നത്. എത്രയോ ഗ്രാമങ്ങളിലൂടെ ഞാൻ സഞ്ചരിച്ചിരിക്കുന്നു. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്നും അവർക്ക് പുരോഗതികാരിയായിട്ട് വന്നിട്ടില്ല എന്നുള്ള മറ്റൊരു കാര്യം. അന്നും ഇങ്ങനെയായിരുന്നു, ഇന്നും ഇങ്ങനെയാണ്. അപ്പം ഈക്വാലിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കൽ 10-70 കൊല്ലം നോക്കിയിട്ടും അവിടെ പലപ്പോഴും നടന്നിട്ടില്ല. പക്ഷേ റഷ്യയുടെ പല പട്ടണങ്ങളും അവർ ഏറ്റവും മികച്ചതാക്കാൻ ശ്രമിച്ചു. ലോകത്തിൻ്റെ മുമ്പിൽ അവർ കാണിച്ചു കൊടുത്തത് മുഴുവൻ നമ്മൾ കണ്ട സാഹിത്യത്തിലൂടെ കണ്ടതൊക്കെ ഈ പറഞ്ഞ ഒരു റഷ്യയുടെ ഒരു വരേണ്യ വിഭാഗത്തിൻ്റെ കഥകളായിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ഈ സ്വിറ്റ്സർലൻഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ കുറച്ച് വളർന്ന രാജ്യങ്ങളാണ്, ഇപ്പോൾ ഹാപ്പിനെസ് ഇൻഡെക്സിലൊക്കെ മുകളിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ്. അവിടെയൊക്കെ പൈതൃകമൊക്കെ സംരക്ഷിക്കുന്നതും ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുടിലുകളൊക്കെ സംരക്ഷിക്കുന്നതും ഒക്കെ അവരുടെ ഒരു വേറൊരു ദാരിദ്ര്യം കൊണ്ടല്ല, അതൊരു വേറൊരു വിഷനാണ്. അത് അങ്ങനെ തന്നെ ആയിരിക്കുന്നതിൽ അവരൊക്കെ സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? ഈ ജനസമൂഹത്തിൻ്റെ വീക്ഷണങ്ങൾ പലയിടത്തും പലതാണ്, വ്യത്യസ്തമാണ്. ഇപ്പം പാരമ്പര്യത്തിൽ വലിയ ബോധം പുലർത്തുന്നവരാണ് യൂറോപ്യന്മാർ പൊതുവെ. അവരാണല്ലോ പാരമ്പര്യത്തിൻ്റെ ഒക്കെ മൊത്തം ആൾക്കാരെന്നാണല്ലോ അവർ വിശ്വസിക്കുന്നത്. അവിടെ നിന്നാണല്ലോ ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക്, ന്യൂസിലാൻഡിലേക്കും ആണെങ്കിലും അമേരിക്കയിലേക്കാണെങ്കിലും ഈ വെള്ളക്കാരെന്ന് പറയുന്നൊരു സമൂഹം അവിടെ നിന്നാണല്ലോ പല വഴിക്ക് പോയിട്ട് അവരുടെ നാടുകളുണ്ടാക്കിയത്. ലാറ്റിൻ അമേരിക്കയിലേക്ക് പോലും സ്പെയിനിൽ നിന്നൊക്കെയാണ് ആളുകൾ പോയത്. അപ്പം യൂറോപ്യൻസിൻ്റെ പൊതുവായിട്ടുള്ളൊരു ചിന്ത എന്ന് പറയുന്നത് അവരുടെ ഈ പാരമ്പര്യത്തിൽ വലിയ അഭിമാനബോധം പുലർത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പഴയ കാലഘട്ടത്തെ അവർ സ്മരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആ പഴയ കാലഘട്ടത്തിൻ്റെ ഏത് വസ്തുവിനെയും അവർ സംരക്ഷിച്ച് നിലനിർത്താൻ ആഗ്രഹിക്കുന്നു. അവർക്ക് ദുരന്തമുണ്ടാക്കിയെന്നാണെങ്കിലും അവർക്ക് നേട്ടമുണ്ടാക്കിയതെന്നാണെങ്കിലും രണ്ടിനെ സംരക്ഷിച്ച് നിർത്തും. അതുകൊണ്ടാണല്ലോ 2ാം ലോകമഹായുദ്ധത്തിൻ്റെ അവശിഷ്ടങ്ങൾ ലോകത്തെല്ലായിടത്തും, പ്രത്യേകിച്ച് യൂറോപ്പിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ട് അതെല്ലാം ഇന്നും നമുക്ക് ചെന്നാൽ കാണാൻ പറ്റും. അവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പ് നിന്നതിനെ സംരക്ഷിച്ചിട്ടുണ്ട്. ജർമ്മനി തന്നെ, അവരാണ് മറ്റുള്ളവർ ഈ ക്രൂരത മുഴുവൻ ചെയ്തത്. ആ ജർമ്മനി തന്നെ അവർ ക്രൂരത ചെയ്ത സ്ഥലങ്ങളെല്ലാം ഇന്ന് സംരക്ഷിച്ച് നിലനിർത്തിക്കുക, മ്യൂസിയം ആക്കി മാറ്റിയിരിക്കുക. ജർമ്മനിയുടെ നടുക്കൂടെ, ബെർലിൻ്റെ നടുക്കൂടെയുള്ള ബെർലിൻ വാള് അത് മുഴുവൻ പൊളിച്ചു കളഞ്ഞെങ്കിലും ഇങ്ങനെയൊരു മതിൽ ഉണ്ടായിരുന്നു കാണിക്കാൻ വേണ്ടി 150 മീറ്റർ അവിടെ നിലനിർത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഇങ്ങനെയൊരു മതിൽ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അടുത്ത തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ ചരിത്രബോധം എന്ന് പറയുന്നത് അവർക്കുണ്ട്. ഈ ചരിത്രബോധം ഉള്ളവർ ഇത്തരം കാര്യങ്ങളെ സംരക്ഷിക്കും. നമുക്ക് ചരിത്രബോധം ഇല്ലാത്തതിൻ്റെ കാര്യം, നമുക്ക് അങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ ഇല്ല. നമുക്ക് ചരിത്രബോധവും സാംസ്കാരിക ബോധവും കലാബോധവും കൂടെ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ കൊടുക്കണം. അത് നിർബന്ധമാണ്. ഈ ചരിത്രം അറിയാത്ത ഒരാൾക്ക് മുമ്പോട്ട് കുതിക്കാനുള്ള ആശയങ്ങൾ കിട്ടില്ല. നമ്മളുടെ എക്സ്പീരിയൻസസ് ആണല്ലോ, എക്സ്പീരിയൻസസും ആണല്ലോ ചരിത്രം എന്ന് പറയുന്നത്, അല്ലേ? അനുഭവങ്ങളുടെ ആകത്തുകയാണ് ഈ ചരിത്രം എന്ന് പറയുന്നത്. അനുഭവം ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് നാളെക്കുറിച്ച് സ്വപ്നം കാണാൻ പറ്റുക? ഈ ലോങ് ജമ്പ് പോലെയാണ് ഒരു മനുഷ്യൻ്റെ കുതിപ്പ്. നിങ്ങൾ എത്ര പുറകിൽ നിന്ന് ഓടി വരുന്നോ അതനുസരിച്ച് മുമ്പോട്ടുള്ള ചാട്ടം. ചരിത്രം അറിയാത്തവൻ നിന്ന് തപ്പി ചാടുന്നവനെ പോലെയാ. ചരിത്രം അറിയുന്നവൻ ഓടി വന്ന് ചാടുന്നവനെ പോലെയാ. പുറകിൽ നിന്നുള്ള ആ വരവിലാണ് ഇവൻ ആ കുതിപ്പ് കിട്ടുന്നത്. അതാണ് അവരുടെയൊക്കെ വിജയത്തിൻ്റെ കാരണം. ഇപ്പം ചരിത്രം അറിയുന്ന ഒരാൾക്ക് ആ ചരിത്രത്തിലെ പിശകുകൾ പരിഷ്കരിച്ച് പുതിയ കാര്യം ചെയ്യാൻ പറ്റും. അതിലെ പാഠങ്ങളെല്ലാം അവൻ്റെ കയ്യിലുണ്ട്, ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒഴിവാക്കി പുതിയ കാര്യം ചെയ്താൽ മതി. ടെക്നോളജി വളരുന്നത് പോലും ചരിത്രത്തിൽ നിന്നല്ലേ. ഇപ്പം നമ്മളൊരു സോഫ്റ്റ്വെയർ പുതിയത് ഡെവലപ്പ് ചെയ്യുമ്പോൾ പഴയതിൻ്റെ കോഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. അത് വെച്ചിട്ടാണ് പുതിയ കോഡുകൾ എഴുതി ഉണ്ടാക്കുന്നത്. ഫാൻസ് ഭയങ്കര കൂടുതലാണ്, ഒരുപാട് ഫാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ സന്തോഷ് ചേട്ടനെ നമ്മളൊരു എന്തെങ്കിലും തരത്തിലുള്ള മോശം പറഞ്ഞെന്ന് വിചാരിക്കുക, അപ്പോൾ എല്ലാവരും ഇങ്ങനെ പ്രതികരണവുമായിട്ട് വരും. എന്ന് വെച്ചാൽ ആ വിഷയത്തിനെ അല്ല സമീപിക്കുന്നത്, സന്തോഷ് ചേട്ടനെ പറഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതിനെ ഫാൻസായിട്ട് തന്നെ വായിക്കേണ്ട വാക്ക്. അത് സന്തോഷ് ചേട്ടൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്, സന്തോഷ് ചേട്ടൻ്റെ പണിയെടുക്കുന്നു എന്നുള്ളതാണ്. ഈ ഫാൻസിൽ തന്നെ വേറൊരു ഗ്രൂപ്പായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ വിദേശത്തൊക്കെ പോയിട്ട് ജോലി ചെയ്യുമ്പോഴും അവിടെ വെച്ചൊക്കെ കാണുന്ന സമയത്ത് അവരുടെ അവിടുത്തെ ഒരു ജീവിതത്തിൻ്റെ സ്റ്റൈൽ വെച്ചിട്ട് ഇവിടെ അവർക്ക് നല്ലതായിട്ട് ജീവിക്കാൻ പറ്റും. പക്ഷേ ഒരു പല കാരണങ്ങൾ കൊണ്ട് അവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യുക. ഇപ്പോൾ സന്തോഷ് ചേട്ടൻ പലപ്പോഴും പറയാറുള്ളത് ഈ തിരിച്ച് നിങ്ങൾ ഇവിടെ വന്നൊരു സംരംഭകനാകൂ എന്ന് പറയുന്നൊരു വേർഡ് പറയുന്നുണ്ട്. നമ്മുടെ രാജ്യം അത്രയൊക്കെ വളർന്നു കഴിഞ്ഞു. അപ്പം ഫാൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഫാൻസിനെ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, അത് അവരവരുടെ ഇഷ്ടമാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് വളം വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം.
ഈ പറയുന്ന ഗൗരവം രജനീഷിനും ഫാൻസ് ഉണ്ടായി കഴിഞ്ഞു. അതെ 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 കുറച്ച് ഫാൻസ് സൂക്ഷിച്ച് വർത്താനം പറയണം. തീർച്ചയായിട്ടും വാക്കുകളൊക്കെ വർത്തമാനം പറഞ്ഞാൽ പോലും പോയിട്ട് എഡിറ്റ് ചെയ്യേണ്ടി വരും. ഇത് പൊളിറ്റിക്കൽ കറക്റ്റ് അല്ലെങ്കിൽ പ്രശ്നമാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഫാൻസിനോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ പുറത്തു പോയ ഫാൻസ് ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഒരു ഗുണകരമായ ഒരു ഫാൻസ് ഉണ്ട്. അവരവിടെ പോയിട്ട് അവർ പല രാജ്യങ്ങളും സന്തോഷേട്ടൻ കാണിച്ചു കൊടുത്തൊക്കെ അവിടെ പോയിട്ട് അവർ ബിസിനസ് ഒക്കെ ചെയ്ത് സന്തോഷേട്ടനെ കാണിച്ചു തരും. ചിലപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതിന്റെ ഞാനതൊക്കെ കാണാറുണ്ട്. കഴിഞ്ഞാല് അവർക്കുള്ള ചില അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടില്ല. അതെ, അവരവിടെ സ്ഥിരം ജീവിക്കുന്നവരാ. അവരുടെ റിയാലിറ്റിയുടെ വേറൊരു ലോകം നമ്മൾ കാണുകയാണ്. ഇപ്പൊ കുറച്ചുകൂടെ ആ ഫാൻസ് അവരെ പഠിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അല്ല, ഞാൻ ഫാൻസി എന്നല്ല, ഞാൻ ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഈ വ്ളോഗർമാരെയാ. ഈ വ്ളോഗേഴ്സിന്റെ അനുഭവങ്ങൾ, അവർ പോകുന്ന വഴികൾ, അവർക്ക് കുറേയും കൂടെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നതുകൊണ്ട് അവർ കുറേയും കൂടെ നമ്മൾ പോകാത്ത വഴികളിലൊക്കെ പോകുന്നുണ്ട്. അവര് ഈ പുതിയ ഏത് മാറ്റത്തെ സ്വീകരിക്കുകയും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഈ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ ഒരു KSRTC ഡ്രൈവർക്ക് ഉള്ളൊരു കുഴപ്പം, ഒരു പ്രൈവറ്റ് കാറിൻ്റെ ഫ്രീഡം ഇല്ല എന്നുള്ളതേ ഉള്ളൂ പ്രശ്നം. പ്രൈവറ്റ് കാറിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, പക്ഷേ KSRTC ഡ്രൈവർക്ക് ഒരു റൂട്ട് തന്നിട്ട് അതിലൂടെ ഓടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അതിനകത്ത് എങ്ങനെ ഇരിക്കുന്നത്. ഏതൊക്കെ സ്റ്റോപ്പിൽ നിർത്തണമെന്ന് നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതിനർത്ഥം പ്രൈവറ്റ് കാറിൽ ഇഷ്ടം പോലെ പോകുന്നവരെ നമുക്ക് ഇഷ്ടമല്ല എന്നോ, അതല്ല നമ്മുടെ സ്വപ്നമൊന്നും അല്ല. അതൊക്കെ നമുക്ക് ഇഷ്ടമാണ്. സഞ്ചാരത്തിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്ന ഒരു നിലവാരവും ഒരു ക്വാളിറ്റിയും ഒരു കണ്ടന്റും ഉള്ളത് കൊണ്ട് നമ്മൾ അതങ്ങനെ ആ ക്വാളിറ്റിയിൽ അങ്ങ് നിലനിർത്തുന്നേ ഉള്ളൂ. ഒരു വ്ളോഗൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പലപ്പോഴും ഞാനും ചിലപ്പോൾ ചില ആളുകൾ പറയും, നിങ്ങൾ ചില അഭിമുഖങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നതിനകത്ത് നിങ്ങളെ സഞ്ചാരത്തിൽ വർത്താനം പറയുന്ന ഒരു സന്തോഷ് ജോർജ് അല്ലാന്ന് തോന്നുന്നത്. ഞാൻ അങ്ങനെ ഒരാളാണ്. ഇപ്പം ഞാൻ ഫ്രീ ആയിട്ട് വർത്താനം പറയുന്ന ഒരാൾ തന്നെയാണ്. ഇപ്പോൾ ബൈജു നായരുമായിട്ടുള്ള എൻ്റെ അഭിമുഖമൊക്കെ എന്ന് പറയുന്ന സാധനം ഞങ്ങൾ സുഹൃത്തുക്കളായതുകൊണ്ട് അങ്ങനെ അതാണ് എൻ്റെ ബേസിക് നേച്ചർ. അതാണ് ഞാൻ യാത്ര ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ ആളുകൾ, ഇപ്പോൾ എൻ്റെ സംഘത്തിനൊപ്പം എൻ്റെ ഗ്രൂപ്പിൽ ടൂർ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാം. ഇവർ പലരും ആദ്യത്തെ ഒരു ദിവസം കഴിയുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമുണ്ട്, പക്ഷേ ഞങ്ങൾ ഇങ്ങനെയൊന്നും ഇത്ര ഫ്രീ ആണോ, ഇത്ര ഫ്രണ്ട്ലി ആണോ, അറിയില്ലായിരുന്നു. ഞങ്ങളുടെ കുളങ്ങര ഇങ്ങനെയല്ല. സന്തോഷമായിട്ട് ഈ ലൈറ്റർ കോമഡീസ് ഒക്കെ പറഞ്ഞ് ഇപ്പോൾ ഓഫീസിലൊക്കെ ഗൗരവ സ്വഭാവമുള്ള ഒരുപാട് ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ ഇടപെടേണ്ടി വരും. അല്ലാത്തപ്പോഴൊക്കെ ലൈറ്റർ കോമഡി ഒക്കെ പറയുന്ന ഒരു മനുഷ്യനല്ലേ. ഏറ്റവും സിമ്പിളായിട്ട് ജീവിക്കുകയും, ഒന്ന് ഞാൻ മാത്രമല്ലേ, എൻ്റെ ഫാമിലി, എൻ്റെ കുടുംബത്തിൽ തന്നെ, ഇപ്പോൾ എൻ്റെ അനുജന്, ഞാൻ, അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റേഴ്സ്, എൻ്റെ അമ്മയുടെ വീട്ടുകാരുൾപ്പെടെ എല്ലാവരും തമാശക്കാരാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് മറുപടികൾ മുഴുവൻ തഗ് മറുപടികൾ കൊടുക്കുന്ന, ഈ തഗ് വാക്ക് ഈയിടെ വന്നതാണെങ്കിൽ ഒരു 40 കൊല്ലം മുമ്പ് ഇത് ഞങ്ങൾ വീട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ എൻ്റെ ഫാദറും ഞങ്ങളൊക്കെ കൂടി ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗൗരവമായ വിഷയത്തെയൊക്കെ കൂടുതൽ ഒരാൾ ഒരെണ്ണം പറഞ്ഞാൽ അതിന് മറുപടി പറയുക. തമാശയുടെ ഒരു കുടുംബമാണ് ഞങ്ങൾ. ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഞങ്ങൾ. ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ എൻ്റെ സിസ്റ്റേഴ്സും അവരുടെ മക്കളും എല്ലാം കൂടെ വരും. ചിലപ്പോൾ മാസത്തിലൊന്ന് എന്താണേലും ഞങ്ങൾ ഒത്തുകൂടും. ഇതൊക്കെ ഈ ഒത്തുകൂടലെന്ന് പറയുന്നത് പറയാനുണ്ടല്ലോ, ഗംഭീര ഒരു ആഘോഷമാണ്. അവിടെ ഗൗരവമായ വിഷയങ്ങളേ ഇല്ല. ഗൗരവമായ കാര്യം പറഞ്ഞാൽ പോലും അത് തമാശയായി അവസാനിക്കുള്ളൂ. ഒന്നും അങ്ങനെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ സർക്കിള്, അതുപോലെ തന്നെ ഇവിടുത്തെ തന്നെ ഇപ്പം സീനിയർ ആയിട്ടുള്ള ആളുകളൊക്കെ, എൻ്റെ മുറിയിൽ ഞാനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഗൗരവമായ വിഷയങ്ങൾ വരികയോ നമ്മുടെ സെറ്റ് പാറ്റേണിൽ തെറ്റുകൾ വരുത്തുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഞാൻ ഒരു വയലൻ്റ് ആവുന്നത്. അതല്ലെങ്കിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അത് ഭയങ്കര വയലൻസ് ആയിരിക്കുമല്ലേ. അത് എനിക്ക് ഈ കോംപ്രമൈസുകൾ, നമ്മുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു തരത്തിൽ എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാവുന്ന ആളല്ല. അതായത് ഞാൻ ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഇപ്പോൾ രജനീഷ് 3 മണിക്ക് വരുമെന്ന് പറഞ്ഞാൽ ഞാൻ 3 മണിക്ക് നിങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെ, ഞങ്ങൾക്ക് അതറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ 2:30 വരുന്നത്. അതാ ഞാൻ പറഞ്ഞത്. അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. എന്നാൽ ചിലരുണ്ട് 3 മണിക്ക് വരുമെന്ന് പറയും, 3 മണിക്ക് കാണില്ല, 3 മണിക്ക് ഒരു മെസ്സേജ് പോലും അയക്കില്ല, 3:30-4 മണിയാകുമ്പോൾ ഓടിപ്പാഞ്ഞു വരും, എന്നിട്ട് എന്തെങ്കിലും ഒരു ന്യായം പറയും. അതെനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഞാൻ 4 മണി മുതൽ അല്ലെ 5 മണി മുതൽ ഞാൻ വേറൊരാൾക്ക് സമയം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേറൊരു പരിപാടിക്ക് ഞാൻ സ്റ്റുഡിയോയിലേക്ക് കയറേണ്ടതാണ്, എൻ്റെ ഷൂട്ടുണ്ടോ മറ്റു കാര്യങ്ങളുണ്ട്. ഞാൻ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ നടത്തിയെങ്കിൽ മാത്രം ഇത്രയും. നിങ്ങൾ ആദ്യം ചോദിച്ചില്ലേ എങ്ങനെ ഒരു പരസ്യമില്ല ഒരു ചാനൽ ഓടുന്നു, ഇതെല്ലാം കൂടെ ചേർന്നത് കൊണ്ടാണ് ആ പരസ്യമില്ലാതെ ഓടുന്നത്. ഇതുവരെയും പറഞ്ഞില്ല കേട്ടാ, ഞാൻ അറിയാതെ അതിലേക്ക് തിരിച്ച് നിങ്ങളെ കൊണ്ടുവന്നാണ്, ക്ഷമിക്കണം. ഞാൻ വളരെ കാര്യമായിട്ട് ചോദിച്ചതാ. 5 ദിവസം ഇവിടെ നിന്നോ എന്ന് പറഞ്ഞതാ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇവിടെ നിന്ന് പഠിക്കാന്ന് വിചാരിച്ചതാ. പഠിക്കാം, നിന്നോ. ഞാൻ എല്ലാവരും കേട്ടല്ലോ തിരിച്ചു പറയുന്നത്. ഒരു 5 ദിവസം ഇവിടെ നിന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ടെക്നിക്ക് പഠിക്കുമെന്ന് മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾ ഇതുപോലെ ചാനൽ തുടങ്ങും.
അപ്പോൾ വാക്ക് മാറില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. 5 ദിവസം ഞാൻ ഇവിടെ നിന്ന് ഈ ടെക്നിക്ക് പഠിക്കും, അതെ, എന്നിട്ട് ഇതിനേക്കാളും വലിയൊരു സംവിധാനം എനിക്ക് തുടങ്ങാൻ പറ്റും. തീർച്ചയായിട്ടും തുടങ്ങാം. അപ്പോൾ എനിക്ക് അതിൻ്റെ കുറച്ച് പൈസ തരണം, അതിനൊരു റോയൽറ്റി ഉണ്ടല്ലോ. അതെ. അല്ല, ഈ സംരംഭകരെയൊക്കെ ഇങ്ങനെ പ്രേരിപ്പിക്കുമ്പോൾ സത്യത്തിൽ ഈ സംവിധാനം നടന്നു പോകുന്ന അത്ര ഈസി ആയിട്ടാണോ? തലകുത്തി മറിയല്ലേ ശരിക്കും? ഈസി എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പം ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അത് നടക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രജനീഷ് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയാൽ അല്ലെങ്കിൽ ഒരു മാള് തുടങ്ങിയാൽ അതിനകത്ത് ഇത്രയും ബ്രാൻഡുകൾ, ഇത്രയേറെ ആളുകൾ വരണം, അതിനുള്ള സർവീസ് കൊടുക്കണം, അവരെല്ലാം ഹാപ്പി ആവണം, അത് ക്ലീൻ ആയിരിക്കണം, അവിടെ റെസ്റ്റോറൻറ്റ് ഭംഗിയായിട്ട് നടക്കണം, അവിടുത്തെ തിയേറ്ററുകൾ പ്രോപ്പറായിട്ട് എന്തുമാത്രം തലവേദന ഉണ്ടാകും അല്ലേ? എന്നാൽ കേരളത്തിൽ ഒരു മലയാളി 200 മാൾ ഒന്നിച്ച് നടത്തുന്നില്ലേ? അയാളിങ്ങനെ അപ്പം നടത്തുന്നത്. അപ്പോൾ അയാൾക്ക് അങ്ങനെ ഉറക്കം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരെണ്ണത്തിലൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് അത് നടപ്പാക്കുക. എവിടെയാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വഴക്കുണ്ടാക്കുന്ന ഒരാൾ എൻ്റെ ഉള്ളിലുണ്ട്. അതെവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഉണ്ടാക്കിയിട്ടൊരു സിസ്റ്റം തെറ്റിക്കുന്ന ആളുകളുണ്ട്. അവരവരുടെ ഈസിനെസ്സിന് വേണ്ടി അല്ലെങ്കിൽ ഉഴപ്പിയിട്ട് അല്ലെങ്കിൽ ചില അശ്രദ്ധ കൊണ്ടൊക്കെ തെറ്റിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ സിസ്റ്റം ഫെയിലാവും. സിസ്റ്റം ഫെയിലായാൽ നിങ്ങൾ വന്ന് കൊള്ളാമല്ലോ, സഫാരി നന്നായിട്ട് പോകുന്നു, വിജയമായിട്ട് പോകുന്നു, ലേബറിൻ്റെ കൃത്യമായിട്ട് ഇറങ്ങുന്നു, പ്രസിദ്ധീകരിക്കുന്നു, എൻ്റെ ടൂർ കമ്പനി തിരക്കേടില്ലാതെ പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ ഹെറിറ്റേജ് സെൻറ്റർ ഭംഗിയായിട്ട് പോകുന്നു എന്നുള്ള ആ വാക്കങ്ങ് വേണ്ടെന്ന് വെക്കും. പഴയവരൊന്നും ഓടുന്നില്ലല്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങും. മനസ്സിലായില്ലേ? എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റ് നഷ്ടപ്പെടും. അതല്ലേ ഏറ്റവും പ്രധാനം. ഞാൻ ഒരാളുടെ അടുത്ത് നിന്ന് ലേബർ ഇന്ത്യക്ക് വേണ്ടി 50 രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന സമയത്ത് മാസിക കിട്ടണം, ആഗ്രഹിക്കുന്ന ക്വാളിറ്റി കിട്ടണം. അത് എൻ്റെ ഒരു ഉറപ്പാണ്. അതിൽ കോംപ്രമൈസ് ചെയ്യുന്ന ഒരാളെയും ഞാൻ വെച്ച് കുറിപ്പിക്കില്ല. ഞാനിവിടെ ഫൈറ്റ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? എൻ്റെ കസ്റ്റമർക്ക് വേണ്ടിയാണ്. സഫാരി കാണുന്ന ഒരു പ്രേക്ഷകന് അവൻ നെറ്റി ചുളിക്കുന്ന ഒരു ക്വാളിറ്റി ആയിരിക്കരുത് ഇവിടുന്ന് പോകുന്നത്. അത് മാത്രമേ ഞാൻ ഉറപ്പ് വരുത്തുന്നുള്ളൂ. അല്ലാതെ എനിക്ക് കൃത്യസമയത്ത് ചായ കൊണ്ടുതരാത്തതിൻ്റെ പേരിൽ, ഈ ഞാനിരിക്കുന്ന സ്ഥലത്തെ സൗകര്യം ഒരുക്കാത്തതിൻ്റെ പേര് ഞാൻ ആരെയും വഴക്ക് പറയാറില്ല. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സംശയം വേണ്ട, മുതലാളി കലിപ്പാവും. ക്രൂരമായ മുഖങ്ങളെ കാണേണ്ടി വരും, ദംഷ്ടകളൊക്കെ പുറത്ത് ചാടും. അത് കുഴപ്പമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകളിൽ ഏതാണ്ട് 80% പേര് 20 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്നവരാ. 20 വർഷത്തിലേറെയായി എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരാണ് എൻ്റെ സ്റ്റാഫിലെ 80% പേരെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ കുഴപ്പമില്ല മുതലാളി. അതായത് ഞാൻ വഴക്കൊക്കെ ഉണ്ടാക്കുന്നുള്ള ഒരു കാര്യം, അത് അവർക്കും അറിയാം എന്താ കാരണമെന്ന്. അത് തിരുത്തും എന്ന് വെച്ചാൽ എല്ലാവരും അത് ഒരിക്കൽ വഴക്ക് കേട്ടോ പിന്നെ അത് ആവർത്തിക്കാതിരുന്നാൽ മതിയല്ലോ. തീർച്ചയായിട്ടും. ഈ വീട്ടിൽ കാര്യഗൗരവമുള്ള ഈ പറഞ്ഞതുപോലെ തമാശകളൊക്കെ പറയുമ്പോൾ വീട്ടുകാരും ഇതേ ഒരു മൂഡിലായിരിക്കില്ലേ? വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ നല്ല ഇപ്പം എൻ്റെ അടുത്ത് തമാശ പറയാൻ പറ്റുന്നവരാണ് എൻ്റെ സീനിയർ സ്റ്റാഫായുള്ളവരൊക്കെ. അവർ വന്ന് എൻ്റെ അടുത്ത് തമാശയായിട്ട് കാര്യങ്ങൾ പറയുകയാണ്. ഞങ്ങളിരുന്ന് ചില നേരത്ത് നമ്മുടെ സമയത്തിനനുസരിച്ച് നമ്മളിരുന്ന് ലൈറ്റായ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യാറുണ്ട്. വിദേശ യാത്രകൾ ചിലപ്പോൾ പോകാറുണ്ട്. പക്ഷേ അപൂർവമായിട്ടാണെങ്കിൽ പോലും ഞങ്ങൾ കേരളത്തിൽ സ്ഥിരം ഇങ്ങനെ അങ്ങ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ യാത്രകളിൽ ഒന്നിച്ചുള്ള മീറ്റിങ്ങുകളിൽ ഒക്കെ ഞങ്ങൾ ലൈറ്റായിട്ടുള്ള വിഷയങ്ങളൊക്കെ സംസാരിക്കുന്ന ആളുകളാണ്. അല്ലാതെ എപ്പോഴും നമ്മൾ ബിസിനസ് മാത്രമല്ലല്ലോ 24 മണിക്കൂർ നമ്മൾ സംസാരിക്കുന്നത്. വീട്ടിലും അതുപോലെ തന്നെയാണ്. സുഹൃത്തുക്കൾക്കൊപ്പം എന്തായാലും പോകുമ്പോൾ എല്ലാവരും അനുകരിച്ച് കാണിക്കുമല്ലോ. അതേപോലെ തന്നെ എപ്പോഴെങ്കിലും അനീഷേട്ടനെ അനുകരിച്ചിട്ടുണ്ടോ സന്തോഷേട്ടൻ? അനീഷിനെ ഞാൻ വഴക്ക് പറയുന്ന സമയമുണ്ട്. ഈ ചില സമയത്ത് പുള്ളിയുടെ ഒരു ആർട്ടിഫിഷ്യലായ സൗണ്ട് വരും. ഈ മിമിക്രിക്കാരെ അനുകരിക്കുന്ന ഒരു ശബ്ദമുണ്ട്, അത് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാം പറയും. ചില എപ്പിസോഡുകൾ മാറ്റിയൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അനീഷിൻ്റെ റെക്കോർഡിങ് വളരെ ഫണ്ണിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനീഷിന് ചില വാക്കുകൾ വഴങ്ങില്ല. പുള്ളി ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ സഞ്ചാരം തുടങ്ങിയിട്ട് 28 കൊല്ലം കഴിഞ്ഞിട്ട് 2500-3000 എപ്പിസോഡുകൾ ചെയ്തിട്ട് അതിനകത്തെല്ലാം വരാൻ സാധ്യതയുള്ളൊരു വാക്കാണ് മദ്യം. പുള്ളി ഇന്നും റെക്കോർഡ് ചെയ്താൽ മദ്യം എന്നേ പറയുള്ളൂ. അതെല്ലാം റീ റെക്കോർഡ് ചെയ്യേണ്ടി വരും. വീണ്ടും തിരിച്ച് വിളിച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ. അപ്പൊ ചില വാക്കുകൾ പുള്ളി അങ്ങനെയാ. ഈ ഖരാക്ഷരങ്ങൾ സോഫ്റ്റ് ആകും, സോഫ്റ്റ് ആകേണ്ടത് ഖരവാകും. അങ്ങനെയാവും. അത് ചിലയിടത്തൊക്കെ ഈ ലാസ്റ്റ് മിനിറ്റിൽ പുള്ളി റെക്കോർഡ് ചെയ്തിട്ട് പോയി കഴിഞ്ഞ് പുള്ളി വേറെ ചില സ്ഥലങ്ങളിലേക്ക് ചില ബന്ധുവിൻ്റെ മരണം എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് കിട്ടാതെ വരും. അങ്ങനെ വരുന്നിടത്ത് പിന്നെ നിവൃത്തിയില്ലാതെ അത് വിട്ടിട്ടുമുണ്ട്. അപ്പോൾ ചില ആളുകൾ കമൻ്റ് ഇടും അടിയിൽ, നിങ്ങളുടെ ഉച്ചാരണം ശരിയാകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഉച്ചാരണം ശരിയാകുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം അത്രയും എഫേർട്ട് അതിനകത്ത് എടുത്തിട്ടുണ്ട്. 2-3 മണിക്കൂർ ഇരുന്നായിട്ടാണ് ഓരോ എപ്പിസോഡും ഡബ് ചെയ്യുന്നത്, വോയിസ് കൊടുക്കുന്നത്. അതിനകത്തൊക്കെ ഓരോ ദിവസവും അനീഷ് വീണ്ടും വന്ന് കറക്റ്റ് ചെയ്ത് എഫേർട്ട് എടുത്ത് പലതവണ കറക്റ്റ് ചെയ്ത വാക്കുകളാണ് നമ്മൾ സ്മൂത്തായിട്ട് ഈ ഫൈനലി കേൾക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഒരാഴ്ച ഇവിടെ നിന്ന് കഴിയുമ്പോൾ മനസ്സിലാവും എന്നുള്ളത്, എന്താ ഇവിടെ നടക്കുന്നതെന്നുള്ളത്. നമ്മളിത് കണ്ടു കഴിയുമ്പോൾ
നമുക്ക് തന്നെ ഇത് അനുകരിക്കാൻ തോന്നുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, സന്തോഷ് ചേട്ടൻ എപ്പോഴെങ്കിലും ഇത് ചുമ്മാ അനുകരിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ ഈ അനീഷിനെ അനുകരിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ അനീഷിനോട് പറയാറുണ്ട്, ഡയലോഗ് പറയും. ഞങ്ങള് അടുത്ത സുഹൃത്തുക്കളാണല്ലോ. അതെ, അയാളന്ന് താമസിച്ചാണ് വന്നത്. അതെ, നേരെ വന്ന് കയറിയത് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന സിംഹത്തിന്റെ ഓഫീസ് റൂമിലേക്കാണ്. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുവോ? അങ്ങനെ ഉണ്ടാക്കി അനീഷ് ഈ പല ദിവസങ്ങളിലൊക്കെ അനീഷ് ഈ ഒത്തിരി ബന്ധുക്കളുള്ള ഒരാളായതുകൊണ്ടും പിന്നെ ഒത്തിരി സഭാപ്രവർത്തനം അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ആശാനുണ്ട്. അനീഷ് എല്ലാ ദിവസവും ഇവിടെ വരുന്നില്ല. ഈ റെക്കോർഡിംഗ് ഉള്ള ദിവസങ്ങളിൽ വന്ന് 1-2 എപ്പിസോഡ് ഒന്നിച്ചെടുത്ത് വെച്ചിട്ട് പോകും. 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ് വരുന്നത്. അപ്പോൾ ചില ദിവസങ്ങളിൽ വിളിച്ചാൽ കിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സഭാപ്രവർത്തനത്തിന് പോയിട്ടുണ്ടാവും, എവിടെയും പോകും. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കളിയാക്കും, കറ്റാനത്തെ അമ്മായി ഇന്നലെ മരിക്കുകയുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട്. അതേ സാധനം ഈ പറഞ്ഞതുപോലെ മിമിക്രിക്കാരെ അനുകരിച്ചതിന് ശേഷം ഇത് കേട്ട് പഠിച്ചിട്ട് ഒരു വോയിസിൽ വ്യത്യാസം വന്നു എന്ന് പറഞ്ഞില്ല. അങ്ങനെ പ്രകടമായ വ്യത്യാസം വ്യത്യാസമല്ല, ചില സമയത്ത് ഓവർ ഡ്രാമ കയറി വരും. അനീഷിന്റെ ഐഡന്റിറ്റിയിൽ അനീഷ് തന്നെ വീണു പോകും. വീണു പോകുമോ, ഇപ്പം ടോൺ മാറുന്നതാവാം, ചില സമയത്തായിരിക്കാം, ചില സമയത്ത് ഡ്രാമ ഇച്ചിരി കൂടുക, അങ്ങനെയൊക്കെയുള്ള നമ്മൾ തിരുത്തിയെടുപ്പിച്ചിട്ടുണ്ട്. ഡ്രാമ കൂടുമ്പോഴാണ് ഈ ആളുകൾ ഇപ്പം എന്നെ ആരും, ഞാൻ സഞ്ചാരി ഡയർ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ മിമിക് ചെയ്യുന്ന വളരെ കുറവാണ്. കാരണം അത് നാച്ചുറൽ ശബ്ദമായതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ വലിയ സ്കോപ്പ് ഇല്ലാത്തത് കൊണ്ടാണ്, കുറച്ചുകൂടെ പാടാണ്. എന്നാൽ അനീഷിൻ്റെ ശബ്ദം അതല്ല, ഒരു നാടകീയമായ ശബ്ദാവതരണമായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് മിമിക് ചെയ്യാനൊന്നും സാധ്യത ഉണ്ടാകുന്നത്. ഡ്രാമ അല്ലെങ്കിൽ ഒരു ശബ്ദത്തിൽ നാടകീയത കൂടുമ്പോഴാണ് അതിനകത്ത് നിങ്ങൾക്ക് മിമിക് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടാവുക. അല്ലെങ്കിൽ അതിനകത്തൊരു യുണീക്നെസ് വരണം. വളരെ വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന ഒന്നിനെ നമുക്ക് അനുകരിച്ചിട്ട് കാര്യമുള്ളൂ. തിലകന്റെ ശബ്ദം അനുകരിക്കുന്നത് അത് മറ്റൊരാളിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ടാണ്. നെടുമുടി വേണുവിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ നെടുമുടിക്ക് ഒരു ശൈലി അതിനകത്ത് പുള്ളി കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ടാണ്. എന്നാൽ നമുക്ക് വലിയ അനുകരണ സ്കോപ്പ് ശബ്ദം അനുകരിക്കുക എന്നുള്ളതല്ലാതെ ആ ശൈലിയെ, നിങ്ങൾ ശബ്ദത്തെ അല്ലല്ലോ, ഇപ്പോൾ നിങ്ങളൊരു ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ അവിടെ ഒരാളിരിക്കുന്ന പെരുമാറ്റത്തെ കൂടിയാണ് നിങ്ങൾ ഈ ശബ്ദം കൊണ്ട് മിമിക് ചെയ്യുന്നത്. താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന ഒരാൾ, ഞങ്ങളവിടെ കയറുമ്പോൾ അയാൾ താടിയിൽ തലോടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാളുടെ പൂ പോലെയുള്ള താടി ഞാൻ ക്യാമറ കൊണ്ട് സൂം ചെയ്തു. ആ സൂം ചെയ്തതിൽ താടി ഉടക്കി പോകുമോ എന്ന് ഞാൻ ഒരുപക്ഷെ സംശയിച്ചു. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഈ ശൈലി ഇതേ അനീഷ് തന്നെ, അനീഷിന്റെ ആ ശബ്ദം മാറ്റാതെ തന്നെ പറയാണ്, ഒരാളോട് ഇരുന്ന് താടി തടയുന്നുണ്ടായിരുന്നു, ആ താടി പോകുമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുമോ? ഇല്ല. ഇവിടെ ഒരു ഡ്രാമ അതിനകത്ത് ഇടുന്നുണ്ട്, മനസ്സിലായില്ലേ? അനീഷിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അനീഷ് പറയുകയാണ്, ടോക്കിയോയിൽ നിന്ന് ഞങ്ങൾ ഹിരോഷിമയിലേക്കുള്ള ട്രെയിനിൽ കയറി. ട്രെയിൻ കൃത്യസമയത്ത് തന്നെയായിരുന്നു. അപ്പോൾ ടിക്കറ്റ് എക്സാമിനർ വന്നു, അയാൾ പരിശോധിച്ചിട്ട് പോയി. ഈ പറയുന്ന സാധനം തന്നെ, ടോക്കിയോയിൽ നിന്ന് ഹിരോഷിമയിലേക്കുള്ള ട്രെയിൻ കൃത്യസമയത്ത് തന്നെയായിരുന്നു എന്നിങ്ങനെ മാറ്റുമ്പോഴാണല്ലോ അതിനകത്ത് ഡ്രാമ വരുന്നത്. അതുകൊണ്ടാണല്ലോ അത് അനുകരിക്കേണ്ടി വരുന്നത്. അതാണ് ഈ വ്യത്യാസം. അപ്പോൾ ഇതിനകത്ത് ഡ്രാമ കുറയ്ക്കാൻ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കെല്ലാം പറയാറുണ്ട്. ഈ ആൾക്കാരുടെ ഹീറോ ആയിരിക്കുമ്പോഴും മനസ്സിൽ നമ്മുടെ ഹീറോസിനെ ആരെയൊക്കെയാണ് ഹീറോ ആയിട്ട് കണ്ടിട്ടുള്ളത്? ഒരു വ്യക്തിയെയോ ഒരു സംഭവത്തെയോ ഒരു പ്രത്യേക കാരണം കൊണ്ട് ആരാധിക്കുകയോ ഒന്നും ചെയ്യുന്ന ആളല്ല. അവരുടെ ഇപ്പം ചിലരുടെ സ്കില്ലുകൾ, ചിലരുടെ വൈദഗ്ധ്യങ്ങൾ, ചില സ്വഭാവങ്ങളെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും. അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. ഈ അപ്രീസിയേഷനും ആരാധനയും രണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളുകളെ, ഇത്തരം ആളുകളെ. ഒരു വ്യക്തിയുടെ അഭിനയ മികവ് അല്ലെങ്കിൽ ഗാന ആലാപനത്തിലെ മികവ്, അതിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യും, നമ്മൾ കൈയടിക്കും. അതിനർത്ഥം ആ മനുഷ്യൻ ജീവിതത്തിൽ മുഴുവൻ അങ്ങനെ അയാളുടെ പ്രവൃത്തി, അയാളുടെ ജീവിത വീക്ഷണം എല്ലാം ആ പാട്ടുപോലെ സുന്ദരവും സുരഭിലവും ആയിക്കൊള്ളണം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ആളുകൾ വിചാരിക്കുന്ന ഒരു സിനിമയിൽ ഒരാൾ ഒരു നല്ല ക്യാരക്ടറായിട്ട് ഒരു ഹീറോ ആയിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ അയാൾ വ്യക്തി ജീവിതത്തിൽ അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നവരാണ് 90%. അവരതല്ലാതെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു സമൂഹത്തിൽ ബിഹേവ് ചെയ്യുകയോ ആരോടെങ്കിലും വഴക്കുണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇയാൾ ഇത്ര വൃത്തികെട്ടവനായിരുന്നോ എന്ന് ചോദിച്ച് കമൻറ്റ് ഇടുന്ന എൻ്റെ അർത്ഥം തന്നെ. സിനിമയല്ല ജീവിതമെന്ന് തിരിച്ചറിയണം. പൊതുസമൂഹത്തിൽ നമ്മൾ കാണുന്ന വ്യക്തിയല്ല യഥാർത്ഥ വ്യക്തി എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരാൾ ഭരണത്തിൽ മിടുക്കനായിരിക്കുന്ന ആൾ ഏറ്റവും സ്വഭാവശുദ്ധിയുള്ള ഒരു പുണ്യാത്മാവാണെന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് നമ്മൾ. അത്യാവശ്യം ഏറ്റവും വിളവനും വേന്ദ്രനുമായ ഒരുത്തനെ നല്ലൊരു ഭരണാധികാരിയാവാൻ പറ്റുള്ളൂ. അതെ, ഈ അംഗീകരിച്ചു കൊടുക്കുന്നതിൽ ഇടയ്ക്കേറി സംസാരിക്കുന്നത് ശ്രമിക്കണം. അംഗീകരിച്ചു കൊടുക്കാറുണ്ട്, നമ്മൾ പലരെ അംഗീകരിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ സന്തോഷേട്ടൻ്റെ ചില ഏരിയാസിൽ ചിലപ്പോൾ
എക്സ്പേർട്ട് ഒപ്പീനിയൻ എന്ന് പറയുന്നത് സന്തോഷേട്ടൻ പറയുന്നത് തന്നെ ആയിരിക്കും. വേറെ ആളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഇതൊന്നും കൊണ്ട് ചിലപ്പോൾ വീട്ടിൽ പോകാൻ പറ്റണമെന്നില്ല. വീട്ടിൽ പോയാൽ ചിലപ്പോൾ അംഗീകരിക്കൽ മാത്രമാണോ മക്കളുടെ മുമ്പിൽ, വൈഫിൻ്റെയൊക്കെ മുമ്പിൽ അങ്ങനെ ഒരു സന്തോഷേട്ടനാണോ അവിടെ എല്ലാം വഴങ്ങിക്കൊടുക്കുന്ന ബലം പിടിക്കാത്ത ഒരാളാണോ? അല്ല, ഒരു മിതമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ന്യൂട്രലാ. ഇപ്പം എനിക്കറിയാം, ഇപ്പം നമ്മളും കുട്ടിയായിരുന്നൊരു കാലമുണ്ട്. നമ്മൾക്ക് ആഗ്രഹങ്ങൾ ഓരോ പ്രായത്തിലും എന്തായിരുന്നു നമുക്കറിയാം. ഇതൊരു സാമാന്യ ബുദ്ധി ഉപയോഗിച്ചാൽ മതിയല്ലോ ഇവിടെയൊക്കെ. എന്നാൽ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ചത് ഏതായിരിക്കുമെന്ന് ചിന്തിക്കാനുള്ള പ്രായം നമുക്കായ സ്ഥിതിക്ക് അവരെക്കുറിച്ച് ഗൈഡ് ചെയ്യാനും നമുക്ക് പറ്റും. ഇതെല്ലാം ചേർന്നായിരിക്കണം. എന്നാൽ അവർക്ക് അവരുടെ സ്വാഭാവികമായ സ്കില്ലുകൾ, കഴിവുകൾ, ആസ്വാദനം ഇതിനെയൊന്നും തടസ്സപ്പെടുത്താൻ നമ്മൾ നിൽക്കാനും പാടില്ല. നമ്മൾ ജീവിച്ച കാലത്തല്ല അവർ ജീവിക്കുന്നതെന്നും ജീവിക്കേണ്ടതൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. പിന്നെ എൻ്റെ ഭാര്യയെ ഞാൻ പറഞ്ഞല്ലോ, ഭാര്യ എന്താണോ ആസ്വദിക്കുന്നത് ജീവിതത്തിൽ അതിനുള്ള അവസരം അവർക്ക് കിട്ടുക. അവർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ ഭാര്യമാർ അല്ലെങ്കിൽ മക്കൾ ഒക്കെ അനുഭവിക്കുന്നതിനേക്കാൾ ബെറ്റർ സാഹചര്യങ്ങളിലും സൗകര്യങ്ങളിലും സന്തോഷത്തിലും ജീവിക്കാൻ എൻ്റെ കുടുംബത്തിന് കഴിയുന്നുണ്ടെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഇടയ്ക്കെങ്കിലും ചോദിക്കോ, നിങ്ങൾ ലോകം കണ്ട മനുഷ്യനിലെ പോവാ എന്ന് ചോദിക്കോ? ഇല്ല, എൻ്റെ ഭാര്യ അത്രയും ചോദ്യം ചോദിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി അപ്പൊ അടിമ ജീവിതമാണ് കേട്ടോ. കണ്ടോ, ഞങ്ങൾ അങ്ങനെ ഒരു അർത്ഥമില്ലല്ലോ. പ്രണയ ജീവിതമാണ്. ഓ, അത് നല്ല ജീവിതമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. തഗ്ഗൊക്കെ പറയുമായിരിക്കും അല്ലേ? അതൊക്കെ പറയും, വഴക്കൊക്കെ ഉണ്ടാക്കും എൻ്റെ അടുത്ത്. പക്ഷേ വഴക്കെന്ന് പറഞ്ഞാലേ ഷീസ് എ വെരി സോഫ്റ്റ് പേഴ്സൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അത് ഞങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ച ആൾക്കാർ. അന്ന് പോലെ എനിക്കറിയാം എൻ്റെ കൂടെ ചേർന്ന് പോകാൻ പറ്റുന്ന ഒരു കഥാപാത്രം. ഇപ്പം ഈ എപ്പോഴും അതിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ സൂപ്പർലേറ്റീവ് ഡിഗ്രി ചൂടാകുന്ന സമയമുണ്ട്. അപ്പോഴും അതിനെ ശാന്തമായിട്ട് സമചിത്തതയോടെ പുള്ളിക്കാരത്തി കൂളായിട്ട് കൈകാര്യം ചെയ്യും. 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ തണുക്കും, അവൾ അപ്പം തന്നെ അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോഴും. അപ്പം ഞാൻ പറഞ്ഞത് ആ ഒരു ബാലൻസ് എനിക്ക് വലിയ സപ്പോർട്ടാണ്. ബാലൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബകാര്യങ്ങളിൽ അല്ലെങ്കിൽ ഭാര്യ, മക്കൾ, ഈ കാര്യങ്ങളിൽ എനിക്ക് വലിയ സംഘർഷങ്ങൾ അതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്നില്ല. എന്ന് മാത്രമല്ല, എൻ്റെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കുന്നത് എൻ്റെ ഈ യാത്രകൾ. ഇപ്പോൾ പുലർച്ചെ 3 മണിക്കൊക്കെയാണ് ഞാൻ വീട്ടിൽ പോകുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കാണ് ഞാൻ സഫാരിയിലേക്ക് കയറുന്നത്. പകൽ എനിക്ക് 2-3 പ്രിവ്യൂ കാണൽ മാത്രമേ ഉള്ളൂ ജോലി, മീൻസ് സഫാരിയായിട്ട് ബന്ധപ്പെട്ട്. ബാക്കി സഫാരിയുടെ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ഈ പറഞ്ഞ ചോദിച്ചാൽ പൈസ ഉണ്ടാക്കണ്ടേ, ഇത്രയും സ്റ്റാഫ് വേണം, അവരെ ട്രെയിൻ ചെയ്യണം, മറ്റു നിരവധി അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളുണ്ട്. ലേബർ ഡേ എന്ന് പറയുന്നത് ഇത്രയും ലക്ഷം കോപ്പികൾ അച്ചടിക്കുന്ന ഒരു പ്രസിദ്ധീകരണശാലയുണ്ട്. അതിൻ്റെ 1000 ചില്ലുവാൻ ഏജന്റുമാരുണ്ട്. ഈ ഏജന്റ് എന്ന് പറഞ്ഞാൽ കാശ് ഇങ്ങോട്ട് തരാനുണ്ട്, കോപ്പി അങ്ങോട്ട് കൊടുക്കാനുണ്ട്, കൃത്യമായി ഡിസ്ട്രിബ്യൂഷൻ നടക്കണം. അതിൻ്റെ അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ട്, മാർക്കറ്റിംഗ് സിസ്റ്റം ഉണ്ട്, സെയിൽസിൻ്റെ ഡിവിഷനുണ്ട്, എഡിറ്റോറിയൽ ഉണ്ട്. 32 മാസം ഉണ്ടാകുന്ന എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്രയോ ആളുകളിരുന്ന ജോലി ചെയ്യുന്നത്. അവിടെയൊക്കെ ഉണ്ടാകാവുന്ന HR ഇഷ്യൂസ് ഉണ്ട്, പ്രൊമോഷൻ ഇഷ്യൂസ് ഉണ്ട്, നിരവധി ആളുകളെ റീപ്ലേസ്മെൻറ്റ് വേണം. ഇതെല്ലാം നടക്കുന്ന പകലാണ്. രാത്രി മുഴുവനാണ് ഞാനിരുന്ന് ക്രിയേറ്റീവ് സൈഡിൽ ഷൂട്ടുകൾ, എൻ്റെ ഡയറി കുറിപ്പിൻ്റെ ഷൂട്ട്, അതുപോലെ തന്നെ സഞ്ചാരത്തിൻ്റെ എഡിറ്റ്, സഞ്ചാരത്തിൻ്റെ ബാക്കിയുള്ള സ്ക്രിപ്റ്റിന് വേണ്ടിയുള്ള വർക്കുകൾ ചെയ്യൽ, മറ്റു പരിപാടികൾ, സഫാരിയിലെ എല്ലാ പരിപാടികളും തന്നെ. കാരണം ഇതെല്ലാം ഇൻ്റർനാഷണൽ കണ്ടൻറ്റാണ്. അതായത് ഈ ചരിത്രമെന്നിലൂടെ മാത്രമാണ് ഒരു ലോക്കൽ കണ്ടന്റ് എന്ന് പറയാവുന്നത്. ബാക്കിത്തെ സിറ്റി ടൂർ ആണെങ്കിലും അല്ലെങ്കിൽ സഞ്ചാരമാണെങ്കിലും അറൗണ്ട് ദ വേൾഡ് ഇൻ 30 മിനിറ്റ്സ് ആണെങ്കിലും സാഹസം എന്ന് പറഞ്ഞ സീരീസ് ആണെങ്കിലും ഒക്കെ ഇൻ്റർനാഷണൽ കണ്ടന്റുകൾ, ഇൻ്റർനാഷണൽ പേരുകൾ, ഇൻ്റർനാഷണൽ സ്ഥലങ്ങളിൽ നടന്ന ചരിത്രമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സാധനങ്ങളാണ്. ഇതിനൊക്കെ എല്ലാത്തിനെക്കുറിച്ചും ആധികാരികമായ അറിവുള്ള ഒരാളെ ഫൈനലി കണ്ടില്ലെങ്കിൽ ഇതിനകത്ത് എല്ലാ അബദ്ധങ്ങൾ കയറിപ്പോകും. കാരണം സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാം, അതനുസരിച്ച് ഉച്ചാരണം തെറ്റിപ്പോകാം. ഇപ്പോൾ OHIO എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് അമേരിക്കയിലുണ്ട്. OHIO എന്ന സ്പെല്ലിങ് നമ്മളൊരു സാധാരണ ഒരു വോയിസ് ഓവർ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ പറയുന്ന ഒരാൾ ഓഹിയോ എന്ന് പറയും, ഒഹായോ എന്ന് അത് പറയണ്ടേ. ഇതറിയുന്ന എത്ര പേരെ നമുക്ക് എഡിറ്റർമാരായിട്ട് കിട്ടും? ഇവിടെയാണ് ഞാൻ തന്നെ എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നതിൻ്റെ അർത്ഥം പറയുന്നത്. നിങ്ങളീ പറയുന്ന പല സ്ഥലങ്ങളും ആ സ്ഥലത്തിൻ്റെ യഥാർത്ഥ പേര് ഉച്ചാരണം പോലും അറിയുന്നവരെ നമുക്ക് ജോലി നേരെ കിട്ടാനില്ല. ഇൻ്റർനാഷണൽ കണ്ടന്റ് വരുമ്പോൾ ഒരു കുഴപ്പമാണത്. അല്ലെങ്കിൽ ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിൻ ആരംഭിച്ചത് 1973 എന്ന് കാണുമ്പോൾ ആ സ്ക്രിപ്റ്റ് വെട്ടിത്തിരുത്തിയിട്ട് അത് 1964 ഒക്ടോബർ 1 ആണെന്ന് തിരുത്താൻ കഴിയുന്ന ഒരാളെ നിങ്ങൾക്ക് കിട്ടുമോ ഇവിടെ? അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ പണി ചെയ്യേണ്ടി വരുന്നത്. പിടികിട്ടിയോ? മനസ്സിലായി. അവിടെ സന്തോഷ് ജോർജ് കുളങ്ങരെ റീപ്ലേസ് ചെയ്യുന്ന ഒരാളെ കിട്ടുന്ന അന്ന് ഞാൻ ഈ പണി നിർത്തും. അങ്ങനെ ഒരാളെ പെട്ടെന്ന് കിട്ടട്ടെ. അങ്ങനെ ഒരാളെ കിട്ടുകയാണെങ്കിൽ വളരെ സന്തോഷമാണ്. അത് ഏൽപ്പിച്ചിട്ട് നമുക്ക് ടൂർ പോകാമല്ലോ. അല്ലെ ഞാൻ ടൂർ പോകുന്നുണ്ട്, അതില്ലെങ്കിലും പോകുന്നു. ഈ ചരിത്രമെന്നിലൂടെയിൽ ഇഷ്ടപ്പെട്ട വ്യക്തികൾ, ഇപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പലരും ഉണ്ട്. പക്ഷേ ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡോ ഇല്ലെങ്കിൽ ഒരു ത്രൂ ഔട്ട് എപ്പിസോഡ്, ഇപ്പോൾ ഡെന്നിസ് ജോസഫ് ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ, പലരും വന്നു പോയിട്ടുണ്ട്. ഷിബിച്ചേട്ടൻ വന്നു പോയിട്ടുണ്ട്, ജോൺ പോൾ വന്നു പോയിട്ടുണ്ട്, ഒത്തിരി ആൾക്കാർ വന്നു പോയിട്ടുണ്ട്. പക്ഷേ
സന്തോഷേട്ടന് ഇഷ്ടപ്പെട്ട ഒരു ത്രൂ എപ്പിസോഡ്സും നന്നായിരുന്നു എന്ന് തോന്നുന്ന കുറച്ച് ഉദാഹരണങ്ങൾ പറയും. ഇതിനകത്തെ പ്രശ്നം എന്താ അറിയോ, എല്ലാ ആളുകൾക്കും കഥയുണ്ട്, ചിലർക്കേ അത് പറയാനറിയൂ. അതായത് ഒരു സിനിമ പോലെ പറയാനറിയണമെങ്കിൽ ഒരു തിരക്കഥാകൃത്തിന് പറ്റുമെന്നുള്ളത് കൊണ്ടാണ് ഡെന്നീസ് ജോസഫിന് അത് പറ്റിയത്. ഡെന്നീസ് ജോസഫ് ഒരു തിരക്കഥാകൃത്തായതുകൊണ്ട് തന്നെ ഏത് സെൻറ്റൻസിൽ പറഞ്ഞു തുടങ്ങിയാൽ മനുഷ്യർ കേട്ടിരിക്കുമെന്ന് അങ്ങേർക്ക് അറിയാം. ചിലർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ല, അവർക്ക് വലിയ കഥകളുള്ളിലുണ്ട്, പക്ഷേ ഇത് എങ്ങനെ പറയണമെന്നറിയത്തില്ല. അവിടെയൊക്കെയാണ് ഒത്തിരി സമയം പോകുന്നത്. ഈ ചരിത്രമെന്നിലൂടെ അടുത്ത് പോലും എനിക്കറിയാം, അത് പറയുന്നതിൽ എനിക്ക് വളരെ നാണക്കേടുണ്ട്. ഈ ചരിത്രമെന്നിലൂടെയുടെ ഇതുവരെ പോയിട്ടുള്ള 14,000 എപ്പിസോഡുകളിൽ ഏതാണ്ട് 99.9% എപ്പിസോഡിൻ്റെയും ക്യാമറയ്ക്ക് പുറകെ ഞാനായിരുന്നു. അത്രയും അധ്വാനിച്ചു. എക്സാക്ട്ലി. ഓഫ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ഒരു സ്റ്റേജിൽ നാഷണൽ അവാർഡ് കിട്ടിയിട്ട്, രാഷ്ട്രപതിയുടെ അടുത്തുനിന്ന് അവാർഡ് കിട്ടിയിട്ട് സ്റ്റേജിൽ കയറാനുള്ള ഭയം കൊണ്ട്, ക്യാമറ അഭിമുഖീകരിക്കാനുള്ള ഭയം കൊണ്ട് പോയി അവാർഡ് വാങ്ങാതിരുന്ന ആളാണ് ഡെന്നീസ് ജോസഫ്. ആ ഡെന്നീസ് ജോസഫിനെ ക്യാമറയുടെ മുമ്പിൽ ഇരുത്തി 65 എപ്പിസോഡിൽ കഥ പറയിപ്പിക്കണമെങ്കിൽ ഇവിടുത്തെ ഒരു ജൂനിയർ പ്രൊഡ്യൂസർ പോയിരുന്ന അയാൾ പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 10 മിനിറ്റ് പറഞ്ഞിട്ട് പറയും ഇന്ന് ഇത് മതി, 1 മണിക്കൂർ ഇരുന്നിട്ട് പറയാം നമുക്ക് നിർത്താം. ഇവിടെ ഇരുന്ന് അതല്ല മറ്റേ കഥ പറ, അത് നമുക്ക് വരട്ടെ. അതിന് അവർക്ക് പറഞ്ഞാൽ അനുസരിക്കണമെന്ന് തോന്നുന്ന ഒരാൾ ക്യാമറയുടെ ഇപ്പുറം ഇരിക്കണം. അത് നിങ്ങൾ അഭിമുഖം നടത്തുന്ന നിങ്ങൾക്ക് അറിയാം. മനസ്സിലായില്ലേ? ഒരാളെ കൊണ്ട് 60 എപ്പിസോഡിൽ പറയിക്കണമെങ്കിൽ ആരെങ്കിലും മുമ്പിൽ പോയി ഇരുന്ന് പറഞ്ഞാലൊന്നും അവർ കേട്ടുതരില്ല പലരും. നമ്മുടെ IAS ചീഫ് സെക്രട്ടറിമാർ മുതൽ DGPമാർ വരെ ചരിത്രമെന്നിലൂടെ മുമ്പിൽ വന്നിരുന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വയലാർ രവിയെ പോലൊരാൾ 15 എപ്പിസോഡിൽ 20 എപ്പിസോഡിൽ കഥ പറയണമെങ്കിൽ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രിമാരായിരിക്കുന്ന ആളുകളാണ്. അവിടെ നമ്മളിരുന്ന് ചില തന്ത്രപരമായിട്ട് അവരുടെ മനഃശാസ്ത്രപരമായിട്ട് അവരെ സമീപിച്ച് പ്രഷർ ചെയ്ത് ആ ടാക്ടിക്സ് ഒക്കെ എടുത്താണ് ഇത്രയും കഥ പറയിപ്പിക്കുന്നത്. അല്ല അത്ര എളുപ്പമല്ല. ഒരാളുടെ ഇൻ്റർവ്യൂ നടത്താൻ ഒരാളുടെ ഒരു സമയം കിട്ടാൻ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. പലപ്പോഴും ഇത് സമയം എത്രയോ ദിവസം മുമ്പ്, എത്രയോ മാസം മുമ്പ് ചോദിച്ചതാ. എത്രയോ ആളുകൾ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞത് അവിടെ പോലും നമ്മൾ പോലും നമുക്ക് ഈ പണിയൊക്കെ അറിയാം, ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്ന ഒരാളായിട്ട് പോലും നമുക്ക് ഇത്ര ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ പലരുടെയും നമുക്ക് കിട്ടാൻ എത്ര സമയം. പല പ്രേക്ഷകരും നമ്മുടെ ചോദിക്കും ഇന്നയാളെ കൊണ്ടുവന്നുകൂടെ, ഇന്നയാളെ കൊണ്ടുവന്നുകൂടെ, സത്യനന്ദിക്കാടിനെ കൊണ്ടുവന്നുകൂടെ എന്ന് ചോദിക്കുന്ന നിരവധി ആളുകളുണ്ട്. സഫാരി തുടങ്ങിയെന്ന പോലെ സത്യനന്ദിക്കാട് നാളെ വരാം, മറ്റന്നാൾ വരാമെന്ന് എൻ്റെ അടുത്ത് പറയുന്ന ആളാ. അതേ പറഞ്ഞു അടുത്ത മാസം നമ്മൾ ചെയ്തിരിക്കും. ഇതിപ്പോൾ 12 കൊല്ലമായി സഫാരി തുടങ്ങിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരെ കൊണ്ടുവരുന്നത്. അത് അത്രയും ബുദ്ധിമുട്ടാണ് ഒരാളെ കിട്ടാൻ. അവർക്ക് അവരുടേതായ തിരക്കുകളുണ്ട്. പിന്നെ ഇത് ഇത്രയും എപ്പിസോഡുകൾ കഥ പറയണമെങ്കിൽ ഒരു ഹോംവർക്ക് ചെയ്യണം ഇരുന്നിട്ട്. ഇത് മുഴുവൻ ഇത്രയും ജീവിതകഥ മുഴുവൻ ഓരോരുത്തർ പുസ്തകം എഴുതുന്ന പോലെ എഴുതിയിട്ട് വേണം വന്നിരുന്ന് പറയാൻ. അല്ല ചുമ്മാ അങ്ങ് പറയാൻ പറ്റില്ല. പേര് മാറിപ്പോകാം, സംഭവങ്ങൾ മാറിപ്പോകാം, ചിലർക്ക് ഒഫൻഡഡ് ആവാം ചിലർ ഇത് കേട്ടിട്ട്. അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ഇതിനകത്ത് വരും. അപ്പം ഇതിലൊക്കെ നമ്മൾ ഇൻവോൾവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടൊരു കാരണമുണ്ട്. നമ്മളൊരു കോമൺ സെൻസ് ഇല്ലാത്ത മനുഷ്യരൊന്നും അല്ലല്ലോ നമ്മളൊക്കെ. അപ്പം നമ്മൾ ഏറ്റവും മിനിമം വേണ്ടതേത്, വേണ്ടാത്തതേത്, നമ്മൾ മാറി നിൽക്കേണ്ടതേത്, ഇടപെടരുതാത്തതേത്, പണിയെടുക്കേണ്ടത് എടുക്കാത്തത് ഏതെന്നൊക്കെ ഇത്രയും കൊല്ലം പരിശീലിച്ച പണിയെടുത്ത് എനിക്കറിയുന്ന അത്രയും ഒരു കാഴ്ചക്കാരനുണ്ടാവില്ലല്ലോ. എൻ്റെ വീഡിയോ മാത്രം കണ്ട ഒരാൾക്കുള്ളതിനേക്കാൾ അനുഭവം എനിക്കുണ്ടല്ലോ ഈ സ്ഥാപനത്തിൽ. തീർച്ചയായിട്ടും. അടുത്ത യാത്ര എങ്ങോട്ടേക്കാണ്? അടുത്ത പരിപാടികൾ ഏത് ദിവസമാണ് ചാർട്ട് ചെയ്തേക്കുന്നത്? തൊട്ടടുത്ത യാത്ര ഇന്ത്യക്കകത്താണ്. എവിടത്തേക്കാണ് പോകും? തമിഴ്നാടോ ആന്ധ്രാപ്രദേശൊക്കെ ആയിരിക്കും. അല്ല പർട്ടിക്കുലർ ഉദ്ദേശം ഉണ്ടാവുമല്ലോ? ഒന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇടയ്ക്ക് കുറേ ഒരു വിദേശ രാജ്യം കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്കകത്ത് കുറച്ച് യാത്ര ചെയ്യും. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യക്കകത്തെ യാത്ര എനിക്കിഷ്ടമാണ് ഭയങ്കര. മുമ്പേ പറഞ്ഞാലും ഞാൻ റിലാക്സ് ചെയ്യുന്ന യാത്ര ഇന്ത്യക്കകത്തെ യാത്രയാണ്. എൻ്റെ കാര്യം വെച്ചാൽ ഇത് നമ്മുടെ നാടാണല്ലോ. എങ്ങനെ പോയാലും നമുക്ക് 4 കാലേ പോയി നിന്ന് എവിടെ നിന്ന് എന്തെങ്കിലും ഒരു കഥ ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, സ്റ്റോറീസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടില്ല, ചരിത്രം തപ്പിയെടുക്കാൻ ബുദ്ധിമുട്ടില്ല, ചോദിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. പിന്നെ ഇന്ത്യൻ കറൻസി കൊടുത്താൽ മതി, വലിയധികം ബുക്കിംഗ് ഒന്നും വേണ്ട. എവിടെ ചെന്നാലും നമുക്കൊരു ഹോട്ടൽ മുറി ബുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. UK ചെന്നാൽ അങ്ങനെയല്ല, അല്ലെങ്കിൽ അമേരിക്കയിൽ ചെന്നാൽ അങ്ങനെയല്ല. നമുക്കൊരു പ്ലാനിങ് വേണം പലപ്പോഴും, അല്ലെങ്കിൽ വർത്തായിട്ടുള്ള കണ്ടന്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. ചില പട്ടണങ്ങളിൽ ചെല്ലുമ്പോൾ ഒന്നും ഉണ്ടാവില്ല നല്ലത്. അപ്പോൾ അത് ഇന്ത്യയാണ്. അത് കഴിഞ്ഞ് ഞാൻ യൂറോപ്പിലേക്ക് കുറച്ച് യാത്രകൾക്കും പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനമായിട്ട് ഈ വ്ളോഗേഴ്സ് എങ്ങനെയാണ് സ്വാധീനിച്ചത്? പുതിയ വ്ളോഗേഴ്സ് അവരെന്തെങ്കിലും വെല്ലുവിളിയാണോ? ഇത് രണ്ടും 2 മേഖലയല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ലക്ഷ്യമിട്ടത് ഒരു വ്ളോഗറാകാനല്ലല്ലോ. പക്ഷേ യൂട്യൂബ് വന്നതിന് ശേഷമുള്ള മാറ്റത്തെക്കുറിച്ച് അതെ പറയാം. യൂട്യൂബ് വന്നതിന് ശേഷവും എൻ്റെ വ്യൂവർഷിപ്പ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ സഞ്ചാരിയുടെ എയർക്രിപ്പ് എന്ന് പറഞ്ഞാൽ 2 ലക്ഷമോ 3 ലക്ഷമോ 4 ലക്ഷമോ ആളുകൾ സ്ഥിരമായി കാണുന്ന ഇതാണ്. അത് ഏറ്റവും കൂടുതൽ കാണുന്നത് ചിലപ്പോൾ 15-20 ലക്ഷം കണ്ടേക്കാം. ഏറ്റവും കുറഞ്ഞാൽ അതൊരു 1.5 ലക്ഷമായിട്ടും കുറഞ്ഞേക്കാം. പക്ഷേ ആ ഒരു സ്റ്റേബിളായിട്ട് നിൽക്കും. സഫാരിയുടെ എല്ലാ പരിപാടികൾക്കും ആ ഒരു വ്യൂവർഷിപ്പ് പാറ്റേൺ ഉണ്ട്.
അതിനകത്ത് കുറവ് വരാതെ നിൽക്കുക എന്നുള്ളതാണ് പ്രധാനം യൂട്യൂബിൽ. അപ്പോൾ ഒരു 3 ലക്ഷം വ്യൂസ് എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഗുഡ് ഇനഫ്. അതാ ഇപ്പോൾ ബ്ലോഗർമാരുടേതും 1.5 ലക്ഷം 2 ലക്ഷം ഒക്കെയാണ് അതിനകത്തെ ഒരു ശരാശരി വ്യൂവർഷിപ്പ് ഈ പറഞ്ഞ ട്രാവൽ വ്ലോഗുകളിൽ വരുന്നത്. 1 ലക്ഷം അല്ലെ 1.5 ലക്ഷം അല്ലെ ചിലപ്പോൾ 2 ലക്ഷം ഇതൊക്കെയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ കമ്മ്യൂണിറ്റി ദേ ആർ ഹാപ്പി വിത്ത് മൈ കണ്ടന്റ്. അത് വ്ളോഗല്ല. ഇത് നിങ്ങൾക്ക് സൂക്ഷിച്ചു വെച്ച് 10 കൊല്ലം കഴിഞ്ഞ് അടുത്ത തലമുറയ്ക്ക് കൈമാറാവുന്ന ഒരു നോളജിൻ്റെ ശേഖരമാണ്. അതുകൊണ്ടാണല്ലോ 3 രാജ്യങ്ങളുടെ ഒരു സെറ്റ് 4,500 രൂപയ്ക്ക് ഇപ്പോഴും വിൽക്കുന്നത്. അത് കാശ് കൊടുത്ത് വാങ്ങാൻ ആളുള്ളത് അതുകൊണ്ടല്ലേ. ഞാൻ വ്ളോഗ് ഇറക്കിയാൽ നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങുമോ? അത് ഇല്ല. യൂട്യൂബിൻ്റെ നെക്സ്റ്റ് എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട്? യൂട്യൂബ് എന്ന് പറയുന്നത് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു വലിയ ലോകമാണ്. അത് ഗൂഗിളും യൂട്യൂബും ഒക്കെ ഒരു ഗ്രൂപ്പിൻ്റെ കയ്യിലായതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു ഡേറ്റാബേസ് ആയിട്ട് ഈ യൂട്യൂബ് മാറിക്കൊണ്ടിരിക്കുക. വമ്പൻ ഡേറ്റാബേസ്. അപ്പോൾ ഈ വമ്പൻ ഡേറ്റാബേസിൽ ഒരു മനുഷ്യന് ആഗ്രഹമുള്ള പോലെ തന്നെ ഒരു കണ്ടൻറ്റിനെ, ഇപ്പോൾ ഉദാഹരണത്തിന് നാളെ ഒരു വ്ളോഗറോ എന്നെപ്പോലെ ഒരാളോ ഇല്ലാതെ തന്നെ യൂട്യൂബ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കണ്ടന്റ് ഉണ്ടാക്കി തരും. കാരണം അവൻ്റെ ലൈബ്രറിയിൽ ഇതെല്ലാം കിടക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ലണ്ടനിലെ ടവർ ബ്രിഡ്ജ്, അതിനെക്കുറിച്ച് ഒരു 30 മിനിറ്റുള്ള ഡോക്യുമെൻ്ററി ഉണ്ടാക്കി തരൂ എന്ന് നിങ്ങളൊരു കമാൻഡ് അടിച്ചിട്ടാൽ മതി യൂട്യൂബിൽ. അവൻ പലരുടെ വീഡിയോയ്ക്കകത്തുനിന്ന് സാധനങ്ങൾ എടുത്തിട്ട് അവൻ നല്ല ഗംഭീരമായിട്ടുള്ളൊരു ഡോക്യുമെൻ്ററി 30 മിനിറ്റിൽ ഉണ്ടാക്കി തരും. അത് ക്രോസ് ചെക്ക് ചെയ്യുകയും ചെയ്യും വിവരങ്ങൾ ശരിയാണോ. അതിനൊക്കെ സംവിധാനം അവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനു വേണ്ടി കണ്ടന്റ് സപ്ലൈ ചെയ്യുന്നവരുണ്ടാവും. മോണിറ്റൈസ് ചെയ്ത പാർട്ടികൾ ഒക്കെ ഒരു എഗ്രിമെൻ്റ് വെക്കേണ്ടി വരും. യൂട്യൂബിന് എൻ്റെ കണ്ടന്റ് ഉപയോഗിച്ച് മറ്റ് കണ്ടന്റ് ഉണ്ടാക്കുന്നതിന് ഞാൻ അനുവദിച്ചിരിക്കുന്നു എന്ന്. അതുകൂടെ നാളെ വരും. അത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ കൊടുത്ത മില്യൺസ് ഓഫ് ഇവർ ഇത്രയും പൈസ കൊടുത്ത് ഇത്രയും സ്റ്റോറേജിൽ എന്തിനാണ് ഈ വീഡിയോ എല്ലാം സ്റ്റോർ ചെയ്തിട്ടേക്കുന്നത്? ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങരയെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കി തരുമെന്ന് നിങ്ങളൊരു കമാൻഡ് അടിച്ചാൽ മതിയാവും. ഇപ്പം സന്തോഷ് ജോർജ് കുളങ്ങരയെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ട സമയം വരുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ ആരെങ്കിലും, ഇപ്പോൾ ഒരു പത്രസ്ഥാപനമാവട്ടെ ഒരു വ്യക്തിയാവട്ടെ, ആരും യൂട്യൂബിൽ അടിക്കുന്നു സന്തോഷ് ജോർജ് കുളങ്ങരയെക്കുറിച്ച് 30 മിനിറ്റുള്ള ഒരു ഡോക്യുമെൻ്ററി തരും. അപ്പോൾ അവിടെ രജനീഷിൻ്റെ ഈ അഭിമുഖത്തിനകത്ത് നിന്ന് ചില സാധനങ്ങൾ എടുക്കും, വേറെ ഇതിനു മുമ്പ് വന്നതിനെടുക്കും, എൻ്റെ സഞ്ചാരത്തിൽ നിന്ന് എടുക്കും, എൻ്റെ ഡയറി കുറിപ്പിൽ നിന്ന് എടുക്കും. ഇതെല്ലാം കൂടി എടുത്തിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ട ക്വാളിറ്റിയിലും വിഷയത്തിലും അധിഷ്ഠിതമായ ഒരു 30 മിനിറ്റ് ഡോക്യുമെൻ്ററി സന്തോഷ് ജോർജിനെ കുറിച്ച് യൂട്യൂബ് തന്നെ നിങ്ങൾക്ക് തരും. ഇതാണ് അടുത്തത് വരാൻ പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വളരും. അതെ, വീണ്ടും വളരട്ടെ. അപ്പോൾ സന്തോഷ് ചേട്ടൻ്റെ യാത്രകളും ഇങ്ങനെ വളർന്ന് പന്തലിക്കട്ടെ. പക്ഷേ ഞാൻ ഈ 50 പ്രാവശ്യം ഭൂമി ചുറ്റി വന്ന ആളുടെ എവിടെയോ നിന്നിട്ട് എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ ചോദിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി അടുത്തൊരു യാത്രയിൽ രജനീഷിനും കൂടെ എൻ്റെ കൂടെ പോരെ, നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം. ഒരു വാർത്താനം കൂടെ തന്നു കേട്ടോ. ഞാൻ എനിക്ക് തോന്നുന്നു നമ്മൾ 2 കൊല്ലം മുമ്പാന്ന് തോന്നുന്നു കണ്ടേ കാക്കനാട് നമ്മുടെ എറണാകുളത്തെ ഓഫീസിൽ. അവിടുന്ന് അന്ന് രജനീഷ് അതിൻ്റെ ഒരു തുടക്കക്കാരനായിട്ടാണ്, മീൻസ് യൂട്യൂബിൽ എനിക്ക് തോന്നുന്ന അഭിമുഖങ്ങളൊക്കെ തുടങ്ങിയിട്ട് അധികകാലം ആകാത്തൊരു സമയത്ത് മറ്റാ വന്നത്. അവിടുന്ന് ഈ കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു വർക്ക് നടത്തി. വളരെ ഇംപ്രസീവായ ശൈലിയിൽ അഭിമുഖകാരിലെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് നിങ്ങൾ മാറി. അത് പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യാൻ ഞാനൊക്കെ. ഇവിടെ വന്നില്ലെങ്കിൽ ഇതെന്തായി പോകുന്നു. അപ്പം നിങ്ങൾ കുറച്ച് യാത്രയും കൂടെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതെ, നിങ്ങളൊരു സംഭവമാവും. താങ്ക് യു. അപ്പം ഞാൻ എന്തായാലും കൂടെ യാത്ര യാത്ര ഒത്തിരി മാറ്റം വരുത്തുവാണ്. അതെ അതെ അതെ. ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി, നമ്മുടെ യൂസഫ് അലി സാറുമായിട്ടുള്ള യാത്രയുണ്ട്, അത് ഭയങ്കര സന്തോഷം. ഞങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ പുതിയ വിമാനം മേടിച്ചു കേട്ടോ, നമുക്ക് എന്നാ പോകണ്ടേ. പുതിയ വിമാനം വന്നല്ലോ, അതിൽ പറഞ്ഞില്ല. ഇനി ദുബായ് അടുത്ത തവണ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അതിൽ കയറണം പോകണം എന്ന് പറഞ്ഞിട്ടിരിക്കുക. ഗ്രേറ്റ്, സന്തോഷമായിട്ടും പോകണം കേട്ടോ. പോകുമ്പോൾ ഞങ്ങളും ഒക്കെ അഭിമാനിക്കും. കാരണം പുള്ളി ഒരു ഇൻസ്പയറിംഗ് ക്യാരക്ടർ. അതെ അതെ അതെ, ഭയങ്കര ഇൻസ്പിറേഷനാണ് മൂപ്പര്. അത് അടിപൊളി. ആ യാത്ര കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡ് തോന്നി. അയ്യോ, സന്തോഷ് ചേട്ടനെ അവിടെ വിളിച്ച് ആ വിമാനത്തിൽ കയറ്റിക്കൊണ്ടു പഴംപൊരിയും കൊഴുക്കട്ടയും ഇലയുടെയൊക്കെയാണ് സൽക്കരിച്ചത്. അടിപൊളി.